Hello and welcome to IAS Factors Restart 60 days prelims plan ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഓൾറെഡി നമ്മൾ 4ാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്നും ജോഗ്രഫിയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. സോ വീൽ സ്റ്റാർട്ട് ഓഫ് വിത്ത് ജോഗ്രഫി തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം. സോ ജോഗ്രഫി കണ്ടിന്യൂ ചെയ്യുന്നതിന് നമ്മൾ ഇന്നലെ നിർത്തിയ അതേ പോർഷനിൽ തന്നെ ആയിരിക്കും നമ്മൾ ഇന്നും സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവുക. സോ കുറച്ചുകൂടെ ഇന്നത്തെ സെഷനിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബേസിക്സ് ആണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. അതോടൊപ്പം തന്നെ ഇൻട്രൊഡക്ടറി കോൺസെപ്റ്റ് നമ്മുടെ ട്രിവാൻഡ്രം സെൻറ്ററിൽ ഓഫ്ലൈൻ സെൻറ്ററിൽ നിങ്ങൾക്ക് വരാം. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ ഉള്ളൂർ സെൻറ്ററിൽ നിങ്ങൾക്ക് വരാം. ഇതിൻ്റെ ഈ റീസ്റ്റാർട്ടിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വായിക്കാം. അതേപോലെ തന്നെ യു ക്യാൻ ആക്ച്വലി ഈ റീസ്റ്റാർട്ടിൻ്റെ കൂടെ വരുന്ന ബേസിക് സബ്ജക്റ്റ് ഇപ്പോൾ 4ാമത്തെ ദിവസമാണ്. ഇതിൻ്റെയൊക്കെ ബേസിക് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ കൂടെ വരുന്ന ലീപ്പ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ട്, ഡെയിലി ഉണ്ട്. അപ്പോൾ ഇതൊരു കമ്പൈലേഷൻ പോലെ നിങ്ങൾക്ക് ഓഫ്ലൈൻ സെൻറ്ററിൽ നമ്മുടെ IAS ഫാക്ടറിൻ്റെ സെൻറ്ററിൽ വന്ന് ഇത് എഴുതാവുന്നതാണ്. സോ പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് മറ്റു കാര്യം നമ്മുടെ IAS ഫാക്ടറിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, റീസ്റ്റാർട്ടിൻ്റെ മുഴുവൻ ക്ലാസ്സുകളും കാണാൻ സാധിക്കും. അതേപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലും വാട്സാപ്പ് ചാനലിലും ജോയിൻ ചെയ്യുക ഫ്രീ മെറ്റീരിയൽസിന് വേണ്ടി. സോ പ്ലീസ് ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സാമ്പിൾ എന്ന് പറയുന്നത്. ഇതേപോലെ ഓരോ ദിവസവും നമുക്ക് ജോഗ്രഫി ആണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. സോ ട്രൈ സോൾവിങ് ഇറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഓഫ് ജോഗ്രഫി ബേസിക്സ്. ഇത് ബെയർ മിനിമം ബേസിക്സ് എന്ന് പറയാൻ കാരണം നമ്മൾ ജോഗ്രഫി ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി NCERT നമ്മൾ 11th സ്റ്റാൻഡേർഡിൻ്റെ ഫിസിക്കൽ ജോഗ്രഫി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫി, അതേപോലെ ഹ്യൂമൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, എക്കണോമിക് ജോഗ്രഫി ഒക്കെ നമ്മൾ മെയിൻ പോയിന്റ് പഠിച്ചു തന്നെയാണ് പോകുന്നത്. ഇത് റിവിഷനെക്കാട്ടും കൂടുതൽ ഇത് ഓൾമോസ്റ്റ് പഠിപ്പിക്കുന്ന തന്നെയുണ്ട് ഞാൻ ഈ ടോപ്പിക്ക്. കാരണം ഇത് പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരീക്ഷയ്ക്ക് പ്രിലിംസിന് പോകുമ്പോൾ നമുക്ക് അത്രയും ക്ലാരിറ്റി ഉണ്ടാവണം എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. ആ ഒരു ക്ലാരിറ്റി നമുക്ക് ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ചില ബേസിക്സ് പലപ്പോഴും നമ്മൾ മിസ് ഔട്ട് ചെയ്യാറാണ് പതിവ്. സോ ദാറ്റ്സ് വൈ ഇപ്രാവശ്യം കുറച്ച് ബേസിക് ആയിട്ടുള്ള നമുക്ക് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത് പ്ലാനറ്റ്സിനെ കുറിച്ചിട്ടും പ്ലൂട്ടോ ഇനിയൊരു ജസ്റ്റ് ഒരു ഓവർവ്യൂ കാണിച്ചാൽ ഇന്നത്തെ സെഷനിൽ എന്താണ് ടെറസ്ട്രിയൽ പ്ലാനറ്റ്സും ജോവിയൽ പ്ലാനറ്റ്സും തമ്മിലുള്ള വ്യത്യാസം, അതേപോലെ എന്താണ് ഗലീലിയോ ജൂപ്പിറ്ററിൻ്റെ പ്രധാനപ്പെട്ട മൂൺസ് ഏതൊക്കെയാണ്, നമുക്ക് യൂറോപ്പെ അറിയാം, ബാക്കിയുള്ളത് ഏതാണ്, ഗാനിമേഡ്, കാലിസ്റ്റോ, ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. മൂൺ എന്താണ്, അതായത് മൂണിൻ്റെ തിയറി എങ്ങനെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇതെല്ലാം PYQs ആണ്. എന്താണ് ആസ്ട്രോയിഡ്സ്, കോമറ്റ്സ് എന്താണ്, മീറ്റിയോർസ് എന്താണ്, മീറ്റിയോറൈറ്റ് എന്താണ്, അതേപോലെ എർത്തിൻ്റെ ഷേപ്പ്, ടിൽറ്റ്, ഗോൾഡ് ലോക്ക് സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. പിന്നെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് എന്താണ് ലാറ്റിറ്റ്യൂഡ്, അതായിട്ട് ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളുണ്ട്. ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് എന്താണ്, പ്രൈം മെറിഡിയൻ ഏതാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ലൈൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ, ഈസ്റ്റും വെസ്റ്റും അങ്ങോട്ട് പോകുമ്പോൾ സമയം എങ്ങനെ കുറയുന്നു, ഓരോ ഡിഗ്രിക്ക് എത്രയാണ് മാറുന്നത്, ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് എങ്ങനെ നോക്കാം, എന്താണ് UTC എന്ന് പറയുന്ന യൂണിവേഴ്സൽ കോർഡിനേറ്റഡ് ടൈം, ഇക്വേറ്ററിൻ്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ഇതേപോലെ തന്നെ ഏതൊക്കെ സ്റ്റേറ്റ്സിലൂടെ പാസ് ചെയ്ത് പോകുന്നു, അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. ഏതൊക്കെ സ്ഥലങ്ങൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ്, ഏതൊക്കെ രാജ്യങ്ങളാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ കട്ട് ചെയ്യുന്നത്, ആർട്ടിക് സർക്കിൾ ആൻഡ് അന്റാർട്ടിക് സർക്കിളിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതാണ്, ഇതിൻ്റെയൊക്കെ ഭാഗം എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണം. പ്രൈം മെറിഡിയൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പ്രധാനമായിട്ടും ഈ ആംഗിളുകൾ എങ്ങനെയാണ്, ഈ 23.5 ഡിഗ്രി 66 ഡിഗ്രി എന്നൊക്കെ എന്ത് ബേസിസിലാണ് നമ്മൾ പറയുന്നത്, സണ്ണിൻ്റെ പൊസിഷൻ. അപ്പോൾ സൺ എങ്ങനെയാണ് നമ്മുടെ ടെമ്പറേച്ചറും ക്ലൈമറ്റും ഒക്കെ മാറ്റിമറിക്കുന്നത്, അതിൽ നമ്മൾ ഈ പറയുന്ന ഇക്വേറ്ററിൽ സൺ എങ്ങനെ കിട്ടുന്നു, ഇതിൻ്റെ ഭാഗമായിട്ട് ഇക്വിനോസ്, സോളിസ്റ്റൈസ്, സമ്മർ സോളിസ്റ്റൈസ്, ഈ പടത്തിലൂടെയൊക്കെ മെയിനായിട്ടുള്ള മേജർ പോയിന്റുകളെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് വരുന്നതെന്നുള്ള ഡിസ്കഷൻ പോകുന്നുണ്ട്. സോ അതിൻ്റെ എക്സാമ്പിൾസിലൂടെ നമ്മൾ എങ്ങനെയാണ്, പിന്നെ ടോറിഡ് സോൺ, ഹോട്ടസ്റ്റ് സോൺ ഏതാണ്, ഫ്രിജിഡ് സോൺ, ടെമ്പറേറ്റ് സോൺ, അങ്ങനത്തെ മാസീവ് കോൺസെപ്റ്റ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്സൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും കോൺസെപ്റ്റ്സ് ഞാനിത് കാണിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ സെഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതൊരു ബേസിക് ആണ്. പക്ഷേ ഇതറിയാതെ നമ്മൾ മറ്റ് കാര്യങ്ങളിലേക്ക് പോയി ഒരുപാട് എർത്തും കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. സോ പ്രിൻസിപ്പിൾസ് ഓഫ് ജോഗ്രഫിയിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി നോ ഓൾ ദിസ് കോൺസെപ്റ്റ്സ് ഇൻ ഡീറ്റെയിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് തൊട്ട് ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. സോ റെഡി ആണെങ്കിൽ നമുക്ക് ലെറ്റ്സ് ഇമ്മീഡിയറ്റ്ലി ഗോ ഇൻ ടു ദ ബേസിക്സ് പാർട്ട്. ഓക്കെ, സോ വീൽ സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. നമ്മൾ പ്ലാനറ്റ്സ്, യൂണിവേഴ്സ്, ബിഗ് ബാങ് ഒക്കെ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ. സോ പ്ലാനറ്റ്സ് എന്താണെന്നുള്ളതും നമുക്ക് ഈ പ്ലൂട്ടോ, മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് ഷോഡ് അസ് 9 പ്ലാനറ്റ്സ് എന്ന് പണ്ട് ആക്രോണിം നിമോണിക്സ് പഠിച്ചിട്ടുണ്ട്. മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് ഷോഡ് അസ് 9 പ്ലാനറ്റ്സ് എന്ന് പണ്ട് എല്ലാവരും പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഈ ലീഗിൽ പ്ലൂട്ടോ എന്ന് പറയുന്ന പ്ലാനറ്റ് ഇല്ല. സോ എന്തുകൊണ്ട്, വൈ ഡു യു തിങ്ക് പ്ലൂട്ടോ വാസ് ടേക്കൺ ഔട്ട്, വൈ ഡു യു തിങ്ക് പ്ലൂട്ടോ വാസ് കംപ്ലീറ്റ്ലി ത്രോൺ ഔട്ട്?
സോ പ്ലാനറ്റ്സ് എന്ന് പറയുമ്പോൾ വിച്ച് റിവോൾവ് അറൌണ്ട് എ സ്റ്റാർ ഇൻ എ ക്ലോസ്ഡ് എലിപ്റ്റിക് പാത്ത്. A planet is made up of rock and metal. It has no light of its own. ഇതൊക്കെ പോയിന്റ് ആണ്. പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു ഹെവൻലി ബോഡിയാണ്. ഇറ്റ് റിവോൾവ്സ് അറൌണ്ട്, കറങ്ങാണ് ചുറ്റും, ഇങ്ങനെ റിവോൾവ്സ് അറൌണ്ട് എ സൺ, ദ സ്റ്റാർ. പ്ലാനറ്റിന് റോക്ക് മെറ്റലും സ്വന്തമായി ലൈറ്റ് ഇല്ല. പ്ലാനറ്റ് ഷൈൻസ് ബിക്കോസ് ഇറ്റ് റിഫ്ലെക്ട്സ് ദ ലൈറ്റ് ഓഫ് ദ സൺ. സണ്ണിന്റെ ഇത് ഓർത്ത് വെക്കുക, ആ ലൈറ്റ് സ്വന്തമായിട്ടില്ലെങ്കിലും അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് റിഫ്ലക്ഷൻ ഇസ് കൈൻഡ് ഓഫ് വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ. സോ പ്ലാനറ്റ്സ് മൂവ് അറൌണ്ട് ദ സൺ ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. സോ ദ റിലേറ്റീവ് positions of the planet keep changing day by day. There are 8 major planets including Earth. നമ്മൾ ഈ പ്ലാനറ്റ്സ് 9 പ്ലാനറ്റ്സ് എന്നൊക്കെ എല്ലാം നമ്മൾ നോക്കി ഇപ്പോൾ 8 മേജർ പ്ലാനറ്റ്സ് എന്ന് പറയുന്നു. സോ വെരി ഇമ്പോർട്ടൻറ്റ് ഓർത്ത് വെക്കേണ്ടത് വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് ഈ റൊട്ടേഷൻ. നമ്മൾ വെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം. നോർത്ത്, നമ്മൾ സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? വെസ്റ്റ് ടു ഈസ്റ്റ് എന്ന് പറയുമ്പോൾ റൊട്ടേഷൻ ഇങ്ങനെയാണെന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പ്ലാനറ്റ്സ് ഏതാണ്? നമുക്ക് 2 കാറ്റഗറി ആയിട്ടാണ് പറയുന്നത്. ടെറസ്ട്രിയൽ പ്ലാനറ്റ്സും ജോവിയൻ പ്ലാനറ്റ്സ് എന്നുള്ള 2 കാറ്റഗറിയിൽ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. സോ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിലുള്ള പ്ലാനറ്റ്സ് ഓർത്ത് വെക്കുക, മെർക്കുറി, വീനസ്, എർത്ത്, മാസ്. ഈ പ്രധാനപ്പെട്ട പ്ലാനറ്റ്സ് ആണ് നമുക്ക് ഇതിൽ. ഈ പ്ലാനറ്റ് എന്ന് പറയുന്ന ഏരിയ UPSCയിൽ PYQയിൽ വരാറുണ്ട്. നമ്മൾ പലതും പഠിച്ചാലും ബേസിക്സിനകത്തുനിന്ന് ചോദ്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇത് എടുത്തു പറയുന്നത്. ജോവിയൻ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ പ്ലാനറ്റ് ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ അത് നമുക്ക് ഇതിനകത്തുനിന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം. കേസ് ഓഫ് പ്ലൂട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് IAUന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്ലൂട്ടോ മീറ്റ് ചെയ്യുന്നില്ല എന്ന് വന്നതുകൊണ്ടാണ് പിന്നീട് പ്ലൂട്ടോനെ പുറത്താക്കിയത്. സോ പ്രധാന പോയിന്റ് IAUന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് അത് മീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അത് വന്നത്. സോ രണ്ടാമത്, സെലസ്റ്റിയൽ ബോഡി ഹാസ് ടു ബി ഇൻ ഓർബിറ്റ് ഓഫ് ദ സൺ. ഒന്ന്, ഇറ്റ് മസ്റ്റ് ഹാവ് സഫിഷ്യന്റ് മാസ് ടു അസ്യൂം ഹൈഡ്രോസ്റ്റാറ്റിക് എക്വിലിബ്രിയം. നിയർലി റൗണ്ട് ഷേപ്പ് ആയിരിക്കണം. It must have cleared the neighborhood around the orbit. That it must become a dominant gravitational body in their orbit. Pluto lacks the third characteristics. അതായത് is a fancy way of saying a planet needs to be the dominant gravitational force in the orbit, sweeping up or kicking out the most of the other states. അതായത് ഇവിടെ ഓൾറെഡി ഒരു പ്ലാനറ്റ് എന്ന രീതിയിൽ നിൽക്കുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ആസ്ട്രോയിഡ് ആണെങ്കിലും റോക്സ് ആണെങ്കിലും സ്മോളർ ബോഡീസ് ആണെങ്കിലും ഇതിനെയൊക്കെ കിക്ക് ഔട്ട് ചെയ്ത് കളയാൻ, ഇതിനെയൊക്കെ കംപ്ലീറ്റ്ലി അടിച്ച് പുറത്ത് കളയാൻ പറ്റുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതിൻ്റെ ഓർബിറ്റിന് വേണം. പക്ഷെ പ്ലൂട്ടോന് അതില്ല. അതുകൊണ്ട് തന്നെ ഇത് പ്ലൂട്ടോ ശരിക്കും പ്ലാനറ്റ് ആണോ അതോ ആസ്ട്രോയിഡ് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബോഡി ആണോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ സെലസ്റ്റിയൽ ബോഡി ഹാസ് ടു ബി ഇൻ ഓർബിറ്റ് ഓഫ് ദ സൺ. അതിൻ്റെ വേണ്ടിയുള്ള റൗണ്ട് ഷേപ്പ് ഉണ്ട്. പ്രധാന പ്രശ്നം ക്ലിയർ ദ നെയ്ബർഹുഡ് എന്നാണ് ഇതിലും അവർ മാർക്ക് ചെയ്തിരിക്കുന്ന. IAU ഇങ്ങനെ തന്നെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ അതിനുള്ളൊരു കപ്പാസിറ്റി ഇല്ല, മറ്റ് ആസ്ട്രോയിഡ്സിനെ അടിച്ച് പുറത്താക്കാൻ പറ്റുന്നില്ല. സോ അത് പ്ലൂട്ടോ അതുകൊണ്ട് ഔട്ടാണ്, പ്ലാനറ്റ് അല്ല എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. ഇനി ഇത് വലിയ ടേബിളാണ്, ഇത് കാണാതെ നമുക്ക് എല്ലാം പഠിക്കാൻ പറ്റില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ജോവിയൻ എന്ന് പറയുമ്പോൾ ജൂപ്പിറ്റർ ലൈക്ക് പ്ലാനറ്റ്സും ടെറസ്ട്രിയൽ എന്ന് പറയുമ്പോൾ എർത്ത് പോലെ ഇരിക്കുന്ന പ്ലാനറ്റ്സ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. ഈ വാക്ക് വെൻ യു ഹിയർ ദ വേർഡ് ജോവിയൻ ആൻഡ് ടെറസ്ട്രിയൽ ഹാവ് എൻ ഐഡിയ. ഇത് ഏകദേശം ഈ ഒരു സംഭവത്തിലാണ് നമ്മളിത് നിൽക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു മെർക്കുറി, വീനസ്, എർത്ത്, മാസ്. അത് എളുപ്പമുണ്ട് ഓർക്കാൻ. മെർക്കുറി, വീനസ്, എർത്ത്, മാസ് വരെയാണ്. ജൂപ്പിറ്റർ, സാറ്റർൻ, യുറാനസ്, നെപ്റ്റ്യൂൺ, അങ്ങോട്ട് ജോവിയൻ ആണ്. ജോവിയൻ, ടെറസ്ട്രിയൽ. ഈ ടെറസ്ട്രിയലിലാണ് വളരെ കോമ്പാക്ട്. എർത്ത് ടെറാഫേമ എന്ന് പറയുമ്പോൾ ഒരു ടോപ്പോഗ്രാഫി അല്ലെങ്കിൽ എർത്തിന്റെ ഒരു ഫേം ലാൻഡ് എന്ന് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇതെന്ന് പറയുന്നത് ബിക്കോസ് ദർ ഓൾ ജൈജാന്റിക് കമ്പയർഡ് വിത്ത് എർത്ത് ആൻഡ് ദേ ഹാവ് എ ഗ്യാഷിയസ് നേച്ചർ ലൈക്ക് ജൂപ്പിറ്റേഴ്സ്, മോസ്റ്റ്ലി ഹൈഡ്രജൻ വിത്ത് ഹീലിയം ആൻഡ് ട്രേസസ് ഓഫ് ഗ്യാസ് ആൻഡ് ഐസ്. ജോവിയൻ എന്ത് ഭയങ്കര വലുതാണ്, എർത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹ്യൂജ് ആണെന്നാണ് പറയുന്നത് ജോവിയൻ പ്ലാനറ്റ്സ്. പിന്നെ ഇതിന്റെ ഹൈഡ്രജൻ, ഹീലിയം, ഐസും ഒക്കെ ഇതിന്റെ പ്രസൻസിലുണ്ട്. ഇത് കൂടുതലും റോക്കി എർത്ത് പോലത്തെ ഒരു സർഫസ് ആണെന്നുള്ള ഇതിനെ മനസ്സിലാക്കേണ്ടത്. പിന്നെ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിൽ ഒന്നും റിംഗ് ഇല്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എർത്ത് ഡസ് ഹാവ് ബെൽസ് ട്രാപ്ഡ് റേഡിയേഷൻ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഗ്യാസുകളെ ഗ്യാസ് ജൈൻസ് എന്ന് പറയും. കാരണം ഹൈഡ്രജൻ, ഹീലിയം, മറ്റ് സംഭവങ്ങളൊക്കെ അവിടെയുണ്ട്. All of them have significant planetary magnetic fields. ഇവിടെ എന്താണെന്ന് വെച്ചാൽ Earth has substantial planetary magnetic field. Earth and moons have localized magnetic fieldന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. They have significant atmosphere. ഇതൊക്കെ പ്രിലിംസിന് ചോദിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ടെറസ്ട്രിയൽ ആൻഡ് ജോവിയൻ ചോദിക്കുമ്പോൾ ഇവിടെ അറ്റ്മോസ്ഫിയർ കൂടുതലുണ്ട് വീനസ്, എർത്തിനും. ജൂപ്പിറ്റർ ഇസ് മോർ മാസീവ് ദാൻ ഓൾ ദി അതർ പ്ലാനറ്റ്സ് കമ്പൈൻ. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര വലുതാണ്. ഇറ്റ് എമിറ്റ്സ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ഫ്രം ചാർജ് പാർട്ടിക്കിൾസ്. സോ അതുകൊണ്ട് തന്നെ മെർക്കുറിക്ക് മിക്കവാറും അറ്റ്മോസ്ഫിയർ ഉണ്ടെന്ന് പറഞ്ഞു. വീനസ്, എർത്തിന് പറഞ്ഞു. മാർസിന് മെർക്കുറി അറ്റ്മോസ്ഫിയർ ഇല്ല. ഈവൻ ദ സർഫസ് ഇസ് വെരി ഹോട്ട്, ദർ ഇസ് സ്ട്രോങ് എവിഡൻസ് ദാറ്റ് വാട്ടർ എക്സിസ്റ്റ് ഇൻ ദ ലൊക്കേഷൻ. സോ മെർക്കുറിയിൽ അറ്റ്മോസ്ഫിയർ ഇല്ല. സോ എർത്ത്, മെർക്കുറി, വീനസ് അല്ല, എർത്ത്, വീനസ്,
വീനസ് എർത്ത് മാസിൽ അറ്റ്മോസ്ഫിയർ സിഗ്നിഫിക്കൻ്റ് ഉണ്ട്. മെർക്കുറി ഫസ്റ്റ് തന്നെ അറ്റ്മോസ്ഫിയർ ഇല്ല. ഇവിടെ കൂടുതലും ഇലക്ട്രോമാഗ്നറ്റിക് ഗ്യാസസും ജൈൻസും ആണ്. സോ സാറ്റേൺ ആണ് ഏറ്റവും കൂടുതൽ. ഇനി അടുത്ത പ്രധാനപ്പെട്ട് നമ്മൾ നോക്കേണ്ടത് ഇതിനകത്ത് മെർക്കുറിയിൽ അറ്റ്മോസ്ഫിയർ ഇല്ല. ഈവൻ തോ മെർക്കുറിയിൽ അറ്റ്മോസ്ഫിയർ ഇല്ല എന്നുള്ള പോയിന്റ് വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. വീനസ് അറ്റ്മോസ്ഫിയർ ഓഫ് വീനസിന്റെ കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഡെൻസ്, ഹോട്ട് ആൻഡ് പെർമനന്റ്ലി ക്ലൗഡി. ഈ പ്ലാനറ്റിന്റെ സർഫസ് ഇൻവിസിബിൾ ആണ്, കാരണം വളരെ പെർമനന്റ്ലി ക്ലൗഡി ആണത്. മാസ് അറ്റ്മോസ്ഫിയർ ഓൾസോ കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് മച്ച് തിന്നർ ദാൻ എർത്ത്സ്. മാസ് ഇസ് പോളാർ ക്യാപ്പ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. വാട്ടർ ആൻഡ് വെള്ളമൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ടുഗദർ ദേ ഹാവ് ജസ്റ്റ് 3 moons, 1 of Earth and 2 of Mars. അപ്പോൾ മെർക്കുറിയിൽ അറ്റ്മോസ്ഫിയർ ഇല്ല, മറ്റേതിലെല്ലാം മാസിലും വീനസിലെല്ലാം കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാന പോയിന്റ്. അത് ഓർത്ത് വയ്ക്കാം. ഇനി സാറ്റേൺ, farthest planet easily visible to the unaided eye, is known for its extensive complex ring. സാറ്റേൺ എന്ന് പറയുമ്പോൾ റിംഗ് ആണല്ലോ. ഇറ്റ്സ് മൂൺ ടൈറ്റൻ ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് മൂൺ ആഫ്റ്റർ ഗാനിമേഡ്. ഇത് വളരെ പ്രധാനപ്പെട്ട സംഭവം ഓർത്ത് വെക്കുക. പരീക്ഷയിൽ ടൈറ്റൻ എന്ന് കണ്ടാൽ അത് സാറ്റേണിന്റെ റിംഗ് ആണ്, സാറ്റേണിന്റെ മൂൺ ആണെന്നുള്ളത് നല്ല ടൈറ്റൻ വാച്ച് ഓർത്ത് വെച്ചാൽ മതി. ഗാനിമേഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ജൂപ്പിറ്ററിന്റെ മൂണാണ്. നമുക്ക് ഗാനിമേഡ് മാത്രമേ അറിയുള്ളൂ, കാലിസ്റ്റോ ഉണ്ടോ, ആ മൂണുകളും കൂടെ ഓർത്ത് വെക്കണം. ടൈറ്റൻ മീൻസ് ഇറ്റ് ഇസ് സാറ്റേൺ, ഗാനിമേഡ് ഇസ് ജൂപ്പിറ്റേഴ്സ് മൂൺ. അതും ഓർത്ത് വെക്കുക. പ്രധാനപ്പെട്ട, ഞാൻ PYQ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇനി ജൂപ്പിറ്ററിന്റെ സാറ്റലൈറ്റ്സ് നമ്മൾ നേരത്തെ നോക്കിയത്, നമുക്ക് ഇതിനകത്ത് നിന്ന് ഗാനിമേഡ് ആണ് നോക്കിയത്. ഓരോന്നിന്റെയും പ്രധാനപ്പെട്ട ഇത് ചോദിക്കും, വിച്ച് ഓഫ് ദ ഫോളോയിങ്, ജൂപ്പിറ്ററിന്റെ മൂൺസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അറിയണം. ലോ ഇസ് ദ മോസ്റ്റ് വോൾക്കാനിക് ആക്ടിവിറ്റി ബോഡി ഇൻ ദ സോളാർ സർഫസ്. സോ ലോ, യൂറോപ്പ. Water ice, Ganymede has mountains, valleys, craters and cooled lava. Resembles the Earth and it's also suspected of having a subsurface ocean വരെ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് ഗാനിമേഡിൽ. കാലിസ്റ്റോ, the outermost Galilean moon, is the packed over the impact crater. സോ ഓർത്ത് വെക്കുക, ലോ എന്ന് പറയുമ്പോൾ വോൾക്കാനോ, എല്ലാത്തിനും നമ്മൾ ജോഗ്രഫി ഒക്കെ പഠിക്കുമ്പോൾ ഈ കോൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടുമ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു റിമെമ്പർ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഓർത്ത് വെക്കാൻ നമുക്ക് ശ്രമിക്കാം. സോ ലൂ എന്ന് പറയുമ്പോൾ വോൾക്കാനോ, യൂറോപ്പ എന്ന് പറയുമ്പോൾ വാട്ടർ ആൻഡ് ഐസ് ഒക്കെ ഉണ്ട്, എക്സ്ട്രീംലി സ്മൂത്ത് ആണ്. ഗാനിമേഡ് ഹ്യൂജ് ആണ്, എർത്തിന്റെ സർഫസ് പോലെ, എർത്ത് റിസംബിൾസ് എർത്ത്സ് മൂൺ ആൻഡ് ഇറ്റ്സ് ഓൾസോ സബ്സർഫസ് ഓഷൻ വരെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. കാലിസ്റ്റോ ഔട്ടർ ആണ്. അപ്പോൾ ഇത് സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ ഓൾ ഹാവ് റിംഗ്സ് മെയ്ഡ്. അപ്പോൾ ഏതൊക്കെ പ്ലാനറ്റ്സിന് റിംഗ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറ്റേണിന് റിംഗ് ഉണ്ട്, യുറാനസ്, നെപ്റ്റ്യൂണൊക്കെ റിംഗ്സ് ഉണ്ട്, പാർട്ടിക്കിൾസ് ഓഫ് ഐസ്. അപ്പോൾ ഈ ഐസ് അങ്ങോട്ട് പോകുമ്പോഴും ഐസ് ബേസ് ചെയ്തിട്ട് ഇതെല്ലാം ഐസ് ബേസ്ഡ് റിംഗ് ഉണ്ട് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. എല്ലാത്തിനും സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂണിന് റിംഗ്സ് ഉണ്ട്. മറ്റേ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. മൂൺസ് ഓർത്ത് വെക്കുക, ജൂപ്പിറ്ററിന്റെ മൂൺ. ഇനി എന്താണ് മൂൺ? മൂൺ ഇസ് ദി ഓൺലി നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് എർത്ത്. ഓരോന്നിനും ഒരു സാറ്റലൈറ്റ്, നാച്ചുറൽ സാറ്റലൈറ്റ് എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ടത് ജൂപ്പിറ്ററിന്റെ മൂൺസ് ആണ് നമ്മൾ നേരത്തെ നോക്കിയത്. മൂൺ ഇസ് ദി ഓൺലി നാച്ചുറൽ സാറ്റലൈറ്റ് നമ്മൾ നേരത്തെ കണ്ടു. ഗലീലിയൻ സാറ്റലൈറ്റ്സ് ആണ്, ജൂപ്പിറ്ററിന്റെ സാറ്റലൈറ്റ്സ് ആണ്. സോ മൂൺ ഇസ് ദി ഓൺലി സാറ്റലൈറ്റ്. മൂൺ ഇസ് ടൈഡലി ലോക്ഡ് ടു ദ എർത്ത്, മീനിങ് ദ മൂൺ റിവോൾവ്സ് അറൌണ്ട് ദ എർത്ത് ഇൻ അബൌട്ട് 27 days, വിച്ച് ഇസ് ദ സെയിം ടൈം ഇറ്റ് ടേക്സ് ടു കംപ്ലീറ്റ് 1 rotation. അപ്പോൾ ഈ റൊട്ടേഷൻ റെവല്യൂഷൻ എന്ന കോൺസെപ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ബേസിക്കോട്ട് അറിഞ്ഞിരിക്കണം. നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ മൂൺ ടൈഡലി ലോക്ക്ഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും മൂണിന്റെ ആക്ടിവിറ്റീസ് അനുസരിച്ച് കടലിന്റെ ആക്ടിവിറ്റീസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ അത് ക്ലാരിറ്റി ആയിട്ട് വെക്കുക. സോ ഇതിൽ 27 daysലും ഞാൻ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തിട്ട്, ഇത് റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് എനിക്ക് സ്പീഡിൽ പോകേണ്ടതായിട്ടുണ്ട്. ഇത് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഓൾറെഡി ഒരു റൗണ്ട് പഠിച്ച ആൾക്കാർക്ക് മാത്രമേ ഇത് ബെനിഫിറ്റ് ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുവിധം സാധാരണക്കാർക്ക് മനസ്സിലാവുമെങ്കിൽ പോലും ആ കോണ്ടെക്സ്റ്റ് ബിൽഡ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് വിചാരിക്കുന്നു. സോ ഇത് ഓർത്ത് വെച്ചാൽ മതി. ഇറ്റ് മൂൺ റിവോൾവ്സ് അറൌണ്ട് ദ എർത്ത് ഇൻ 27 days, വിച്ച് ഇസ് ദ സെയിം ടൈം ഇറ്റ് ടേക്സ് ടു കംപ്ലീറ്റ് 1 rotation. 27 ദിവസം എന്ന കണക്ക് മൂണിന്റെ ഓർത്ത് വെക്കുക, റൊട്ടേഷൻ റെവല്യൂഷൻ. ആസ് എ റിസൾട്ട് ഓഫ് ടൈഡൽ ലോക്കിംഗ് ഓൺലി 1 side ഓഫ് ദ മൂൺ ഇസ് വിസിബിൾ ടു us ഓൺ ദ എർത്ത്. നമ്മൾ എർത്ത് നോക്കുമ്പോൾ ഇങ്ങനെയല്ലേ കാണുന്ന മൂണിനെ, നമ്മൾ അതിന്റെ 360 degree അല്ലെങ്കിൽ അതിന്റെ ഒരു 3D ഇമേജ് നമുക്ക് കാണാൻ പറ്റുന്നൊന്നുമില്ല. അപ്പൊ അതിന്റെ പ്രധാന കാരണം ഒരു സൈഡ് മാത്രം കാണുന്നതിന്റെ റീസൺ ടൈഡൽ ലോക്കിംഗ് ആണെന്ന് ഓർത്ത് വെക്കുക. പ്രിലിംസിന് MCQന് ചോദിക്കാം. ഒരു സൈഡ് കാണുന്നത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ടൈഡൽ ലോക്കിംഗ്, ഓർത്ത് വെക്കുക. സോ formation of the moon is an outcome of supermoon. When the moon is at minimum distance to the earth, it is also referred to as perigee. When the moon is at the minimum distance to earth, also refers to as perigee or full moon. Moon appears 14% larger. So എന്താണ് ഈ സൂപ്പർ മൂൺ? when the moon is at the minimum distance to the earth. മൂൺ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നമുക്ക് ഒബ്വിയസ്ലി എർത്തും ഉണ്ട്, ഇപ്പോഴത്തെ സൈഡിൽ സൺ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എർത്ത് എന്ന് പറയുന്ന സംഭവത്തിന്റെ
മിനിമം ഡിസ്റ്റൻസ് ഓഫ് എർത്ത് അതിനെ പെരിജി എന്ന് വിളിക്കും. സൂപ്പർ മൂൺ, when moon is at the minimum distance to the earth, and it also refers to as perigee, and it is also called as a full moon or a perigee. Okay, so തൊട്ടടുത്തുള്ളതാണെന്നുള്ളത് ഇറ്റ്സ് എ മിനിമം ഡിസ്റ്റൻസ് ടു ദ എർത്തിന് അടുത്താണെന്നും കൂടെ ഓർത്ത് വെക്കുക. ഇനി സോളാർ എക്ലിപ്സ്, ലൂണാർ എക്ലിപ്സ് ഉണ്ട്, അത് ഞാനിത് പറഞ്ഞുതരാം. മൂൺ എങ്ങനെ ഉണ്ടായി എന്നുള്ള തിയറി പറയുന്നുണ്ട്. ഇതിപ്പോൾ മുഴുവൻ നമുക്ക് പഠിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. പക്ഷേ ഇന്നലത്തെ ക്ലാസ്സിൽ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരുന്നു. ദ ജയന്റ് ഇമ്പാക്ട് ഓർ ബിഗ് സ്പ്ലാറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ തിയറിയുടെ പേര് ഓർമ്മയുണ്ടോ? ഒരു തിയറി ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഒരു പ്ലാനറ്റെസിമൽ അല്ലെങ്കിൽ ഒരു ചെറിയ പ്ലാനറ്റ് മാർസിന്റെ സൈസ് ഉള്ളത് എർത്തിനെ വന്ന് അടിച്ചു എന്ന് പറഞ്ഞു. ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് സോളാർ സിസ്റ്റം ഓൾറെഡി എർത്ത് ഇങ്ങനെ പതുക്കെ സോളാർ സിസ്റ്റം ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് മാർസിന്റെ സൈസിലുള്ള ഒരു സാധനം വന്ന് എർത്തിനെ ഇടിച്ചു അല്ലെങ്കിൽ കൊളൈഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഈ കൊളൈഡ് ചെയ്തപ്പോൾ ലാർജ് വോള്യൂംസ് ഓഫ് ഹീറ്റഡ് മെറ്റീരിയൽ ഫ്രം ഔട്ടർ ലെയേഴ്സ് ഓഫ് ബോത്ത് ഒബ്ജക്ട്സ് ഇത് ഇജക്റ്റ് ആയി എന്നാണ് പറയുന്നത്. ഇതിനകത്തുനിന്നുള്ള ഒരുപാട് ഗ്യാസും ഹീറ്റും എല്ലാം തെറിച്ച് മുകളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് പോയി. ആ പോയ മെറ്റീരിയൽ ഇവൻച്വലി പിന്നീട് മൂണായി മാറിയതാണ് എന്നുള്ള ഒരു വിശ്വാസം ഇതിനകത്തൊരു തിയറി ഉണ്ട്. അതാണ് ജയന്റ് ഇമ്പാക്ട് ഓർ ബിഗ് സ്പ്ലാറ്റ് എന്ന് പറയുന്നത്. ക്യാപ്ചർ തിയറി എന്ന് പറയുന്നത് മൂൺ ഓൾറെഡി വേറെ സ്ഥലത്ത് ഉണ്ടായിരുന്നു, പിന്നീട് ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ ഫിഷൻ തിയറി, അത് ഫിഷൻ ത്രൂ വന്നതാണ്. പിന്നെ എന്ന് വെച്ചാൽ മൂന്ന് മാത്രം കണ്ടൻസ് ഒരു നെബുല ത്രൂ അത് പതുക്കെ കണ്ടൻസേഷൻ വഴി വന്നതാണ്. ഇങ്ങനെ കുറെ തിയറി ഉണ്ട്. വേറെ സ്ഥലത്തുണ്ടായി, ഫിഷൻ ഉണ്ടായി, കണ്ടൻസേഷൻ വഴി, പിന്നെ മാർസിന്റെ ഷേപ്പിൽ ഒരു സാധനം എർത്തിൽ വന്ന് ഇടിച്ചു, അവിടെ നിന്നുള്ള പുകയും ഹീറ്റും ഒക്കെ മുകളിലേക്ക് തെറിച്ചു പോയി വേറൊരു സംഭവമായി മാറി എന്ന് പറയുന്ന തിയറി ഉണ്ട്. അപ്പൊ മൂന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഇറ്റ്സ് ഓൾവേസ് റിമെമ്പർ ഇറ്റ്സ് ഓൺലി നാച്ചുറൽ സാറ്റലൈറ്റ് എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ ഓർത്തു വെക്കുക. ഒരു സൈഡ് കാണുന്നത് ടൈഡലി ലോക്ക്ഡ് ആണെന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. ഓക്കെ, സോ റിമെമ്പർ അബൌട്ട് ദീസ് കോൺസെപ്റ്റ്സ്. ആൻഡ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഇനി പരീക്ഷയ്ക്ക് എല്ലാം ചോദിച്ചിട്ടുണ്ട്, ആസ്ട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് കണ്ടോ, എർത്തിലേക്ക് വീഴുന്ന കണ്ടോ? ഇതേപോലത്തെ ഒരു സാധനം വന്ന് തെറിച്ച് വീഴുന്നുണ്ട് ഈ ആസ്ട്രോയിഡ് എന്ന് പറയുന്നത്. ആസ്ട്രോയിഡ്സ് ആർ എ ബെൽറ്റ് ഓഫ് ഡെബ്രി കമ്പോസ്ഡ് ഓഫ് റോക്സ് ആൻഡ് മെറ്റീരിയൽ. സോ 1 point ഒന്ന് റോക്കും മെറ്റീരിയലും ആണ്. ഇറ്റ്സ് എ ബെൽറ്റ്. ദാറ്റ്സ് എ പോയിന്റ് ദാറ്റ് യു ഷുഡ് ബി റിമെമ്പറിംഗ്. ഇറ്റ്സ് എ ബെൽറ്റ് ആൻഡ് ഇറ്റ്സ് കമ്പോസ്ഡ് ഓഫ് റോക്ക് ആൻഡ് മെറ്റൽ വിച്ച് ഇസ് സംഹൗ ഫെയിൽഡ് ടു അസംബിൾ ഇൻ ടു. അതായത് ഇതൊരു ഗ്രൂപ്പ് ഓഫ് റോക്ക് ഉണ്ട്, മെറ്റൽസ് ഉണ്ട്, എല്ലാം കൂടെ ചേർന്നൊരു ഒരു ഒരു ബെൽറ്റ് ഓഫ് ഡെബ്രി, വേസ്റ്റ് പോലത്തെ കുറെ സാധനങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കിടപ്പുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് അസംബിൾ ചെയ്തു എന്ന പ്ലാനറ്റ് ആയതുമില്ല. അതാണ് രസം. ഇത് ഒരുമിച്ച് വന്നു, ഫോർമേഷൻ ഒക്കെ സെയിം, പക്ഷെ ഏകദേശം വന്നു, പക്ഷെ പ്ലാനറ്റ് ആയതുമില്ല. ഇറ്റ് ഫെയിൽ ടു അസംബിൾ ഇൻ ടു എ പ്ലാനറ്റ് ആൻഡ് കീപ് റിവോൾവിംഗ് അറൌണ്ട് ദി ഓർബിറ്റ്സ് ഓഫ് മാർസ് ആൻഡ് ജുപ്പിറ്റർ. വെരി ഇമ്പോർട്ടൻറ്റ്. മാർസ്, മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജുപ്പിറ്റർ എന്ന് പറയുമ്പോൾ മാർസിന്റെയും ജുപ്പിറ്ററിന്റെ ഇടയിൽ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ലക്ഷക്കണക്കിന് ആസ്ട്രോയിഡ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ദ ബിഗസ്റ്റ് ആസ്ട്രോയിഡ് ഇസ് സിറിസ്. വെരി ഇമ്പോർട്ടൻറ്റ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. ദ ബിഗസ്റ്റ് ആസ്ട്രോയിഡ് ഇസ് സിറിസ്, ഹാസ് എ ഡയമീറ്റർ ഓഫ് 800 kilometer. ആലോചിക്കുക, 800 kilometer ചുറ്റളവുള്ള. കേരളത്തിന്റെ ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ ആലോചിക്കുക, ഒരു കേരളത്തിന്റെ ഒരു ഏകദേശം ഒരു 1.5 കേരളത്തിന്റെ വലിപ്പമുള്ള ആസ്ട്രോയിഡ്സ് ഉണ്ട്. പക്ഷേ ഇറ്റ് ഇസ് സ്മോളസ്റ്റ് ആസ്ട്രോയിഡ് പറയുമ്പോൾ ഇറ്റ് ഇസ് ആസ് സ്മോൾ ആസ് എ പെബിൾ. സോ ആസ്ട്രോയിഡ്സ് ഈ മാർസിന്റെയും ജുപ്പിറ്ററിന്റെ ഇടയിൽ പോകുന്നതാണ്. പ്ലാനറ്റ് ആയില്ല, പക്ഷെ എന്നാൽ ഡെബ്രി ആണ്, ബെൽറ്റ് ആണ്. ഇറ്റ് ക്യാൻ കൊളൈഡ് വിത്ത് ദി എർത്ത്. ഈ പടം കണ്ടോ? ഈ ഡൈനോസർ ഒക്കെ അവസാനിച്ചത് ഒരു കൊലീഷൻ വന്നു എന്നാണ് വിചാരിക്കുന്നത്. ദ ലോണാർ ലേക്ക് ഇൻ മഹാരാഷ്ട്ര ഇസ് ഫിൽഡ് അപ്പ് വിത്ത് എ ക്രേറ്റർ ഫോംഡ് ആഫ്റ്റർ ആസ്ട്രോയിഡ് കൊലീഷൻ. ചില സാധനങ്ങൾ ഇങ്ങനെ എർത്തിലേക്ക് വന്ന് പതിച്ചു എന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു വലിയ ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വന്ന ഡിപ്രഷനാണ് നമ്മൾ ലോണാർ ലേക്ക് മഹാരാഷ്ട്രയിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഗുഡ് ടു ഹാവ് എൻ ഐഡിയ റിഗാർഡിംഗ് ദാറ്റ്. ഓക്കെ, അപ്പൊ ഇത് എർത്തിലേക്ക് വരാം, ആസ്ട്രോയിഡ്സ് വരാം. കോമറ്റ്സ്, അപ്പൊ ഇത് മെറ്റലും റോക്സും എല്ലാം കൂടെയാണ് ഇത് വന്നത്. കോമറ്റ്സ്, ഇത് ഓരോന്നും പഠിക്കുമ്പോൾ ഇതിന്റെ കോമ്പോസിഷൻ പഠിച്ചാൽ മതി. ഇതും ഒരു തരത്തിൽ സെലസ്റ്റിയൽ ഒബ്ജക്ട്സ് ആണ്. ഇത് ഐസും ഡസ്റ്റും ആണ്. മെറ്റലും മെറ്റലും ഇതിനകത്ത് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, മെറ്റലും ക്ലൗഡ്സ് എന്നൊക്കെ പറഞ്ഞ പോലെ, റോക്സ് ആൻഡ് മെറ്റൽസ് എന്ന് പറഞ്ഞ പോലെ ഇപ്പുറത്തെ സൈഡിൽ ഐസും ഡസ്റ്റും ആണ്. വെരി ഏർലി ഫ്രം ദ സെയിം ഗ്യാസ് ക്ലൗഡ്സ് ഫ്രം വിച്ച് അതർ മെമ്പേഴ്സ് ഓഫ് സോളാർ സിസ്റ്റം. ഗ്യാസ് എന്നൊക്കെ വന്ന ഐസും ഡസ്റ്റും കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഇത് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ദേ ഓർബിറ്റ് ദ സൺ. ഈ കോമറ്റ് എന്ന് പറയുമ്പോൾ ഇത് സണ്ണിന് ചുറ്റും, ഇത് സണ്ണാണെന്ന് വിചാരിക്കുക, സണ്ണിന് ചുറ്റുമാണ് ഇത് കംപ്ലീറ്റ്ലി മൂവ് ചെയ്യുന്നത്. സോ ഇത് നോർമലി സണ്ണിന് ചുറ്റും ഇത് വെരി ഇമ്പോർട്ടൻറ്റ്, ദേ ഓർബിറ്റ് ദ സൺ. പക്ഷെ ചില സമയത്ത് ഇതിനൊരു പാത്ത് ഉണ്ട്. ഈ പാത്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ, നോർമൽ പാത്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് സണ്ണിന്റെ അടുത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് സണ്ണിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. സോ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ആസ് ദ കോമറ്റ് അപ്രോച്ചസ് ദ സൺ, ദി ഐസ് സബ്ലിമേറ്റ്സ് ഇൻ ടു ഗ്യാസ് ആൻഡ് ഫോം അലോങ് വിത്ത് entrained dust particles, bright outflowing atmosphere among the comet called as coma.
അതായത് ഓൾറെഡി ഇത് വളരെ മാന്യമായിട്ട് സണ്ണിന്റെ ചുറ്റും ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും കാരണവശാൽ ഇതിന്റെ പാത്ത് ഓൾട്ടർ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് സണ്ണിന്റെ അടുത്തേക്ക് പോകും. ഇത് സണ്ണിന്റെ അടുത്തേക്ക് തന്നെ പോകും. അങ്ങനെ പോകുമ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഗ്യാസ് ഉണ്ടെന്ന് പറഞ്ഞു, ഗ്യാസ് ക്ലൗഡും ഐസൊക്കെ ഉണ്ട്. ഇത് സബ്ലിമേറ്റ് ചെയ്തത് മൊത്തം ഗ്യാസായി മാറി ഒരു വലിയ ന്യൂക്ലിയസ് പോലെ ഉണ്ടാവും. അതിന്റെ പേരാണ് കോമ എന്ന് പറയുന്നത്. ദ കോമറ്റ് മേ ഓൾസോ ഫോം 2 tails, 2 വാല് പോലെ. കോമറ്റിന്റെ വാല്, ഷൂട്ടിംഗ് സ്റ്റാർ എന്നൊക്കെ പറയുന്ന 2 വാല് നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം അയണൈസ് മോളിക്യൂൾസ് ആണ്, ഓഫ് ഡസ്റ്റ് തന്നെയാണ്. സോ ഈ ടെയിൽ എന്ന് പറയുന്നത് ഓൾവേസ് പോയിന്റ് എവേ ഫ്രം ദ സൺ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വാല് അങ്ങനെയാണല്ലോ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ സണ്ണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ വാലെന്ന് പറയുന്നത് സണ്ണിന് ദൂരെ ആയിരിക്കും, സണ്ണിലേക്കാണല്ലോ ഇത് പോകുന്നത്. ദ സ്റ്റഡി ഓഫ് ദ ടെയിൽസ് ഓഫ് ദ കോമറ്റ് ഹസ് ഷോൺ പ്രസൻസ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ എല്ലാം ഇതിനകത്ത് ഉണ്ടെന്ന് പറയുന്നുണ്ട്. കോമറ്റ്സ് ഡു നോട്ട് ലാസ്റ്റ്. Whenever they come close to the sun, the gases get over and ultimately only dust particle remains. So സണ്ണിലേക്ക് ഇതിങ്ങനെ വരുന്ന സമയത്ത് ഇതിന് ടെയിൽ ഉണ്ടെന്ന് പറഞ്ഞു. ടെയില് സണ്ണിന് ദൂരെയാണ്. ഇപ്പുറത്തെ ഇത് അടുത്തേക്ക് വരുന്ന സമയത്ത് വിചാരിച്ചാൽ സണ്ണ് ടെയിൽ അപ്പുറത്തെ സൈഡിലാണെന്ന് വിചാരിക്കുക. ഇതിന്റെ ഗ്യാസ് ഇവിടെ വരുമ്പോഴേക്കും ഇത് അങ്ങനെ പതുക്കെ കത്തിത്തീരും. ഇതിന് കത്തിത്തീരുവാണല്ലോ, അതിനെ ഐസൊക്കെ സബ്ലിമേറ്റ് ചെയ്ത് ഐസ് സബ്ലിമേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗ്യാസ് ആയി മാറും. അപ്പൊ കോമറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഹാലീസ് കോമറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. സോ അത് ഓർത്ത് വെക്കുക. അവിടെ ഐസ് പ്രധാനപ്പെട്ട സംഭവമാണ്, കത്തിത്തീരുവാണത്. മീറ്റിയോർ, ദേ ആർ ഓൾസോ സെലസ്റ്റിയൽ ബോഡീസ്. ഇതിവിടെ കോമ്പോസിഷൻ എന്താണ്? ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണ്. ഇതിന് ഡസ്റ്റ് പാർട്ടിക്കിൾസ് തന്നെയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ആസ്ട്രോയിഡിന്റെ പൊട്ടിയ പീസ് വല്ലായിരിക്കാം. വിച്ച് എൻറ്റേഴ്സ് ഇൻ ടു ദ എർത്ത്. ഇത് എർത്തിന്റെ അറ്റ്മോസ്ഫിയർ ആണെന്ന് വിചാരിക്കാം. ഇത് സോളാർ സിസ്റ്റത്തിൽ നിന്നൊക്കെ കറങ്ങി ഇങ്ങനെ ഒരു സാധനം വന്ന്, ഇങ്ങനെ കുറെ സാധനം വന്ന് ഇവിടെ എർത്തിന്റെ സർഫസിൽ എമിറ്റ് ചെയ്തു. ഇതും ഡസ്റ്റ് പാർട്ടിക്കിൾസും ആസ്ട്രോയുടെ ഭാഗമൊക്കെ ആവാം. എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ കയറുന്ന സമയത്ത് തന്നെ ബേൺസ് ആസ് എ ബ്രൈറ്റ് സ്ട്രീക്ക് ഓഫ് ലൈറ്റ്. ഭയങ്കര കത്തുന്ന റിയാക്ഷനിൽ അതിങ്ങനെ നന്നായിട്ട് ഗ്ലോ ചെയ്യും. ബ്രൈറ്റ് സ്ട്രീക്ക് ഉണ്ടാവും ഡ്യൂ ടു ദ ഹീറ്റ് പ്രൊഡ്യൂസ് ബൈ ദ ഫ്രിക്ഷൻ ഓഫ് ദി ഇമ്പാക്ട്. കാരണം ഒരു സാധനം എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ വരുമ്പോൾ ഡെഫിനറ്റ്ലി ചാർജ് വരും, ഫ്രിക്ഷൻ വരും. ആ കത്തുന്നതിൽ ഇത് ലൈറ്റ് കൂട്ടും. ആ ലൈറ്റാണ് നമ്മൾ കാണുന്ന ഷൂട്ടിംഗ് സ്റ്റാർ, ടൂട്ട താര എന്നൊക്കെ നമ്മൾ ഹിന്ദിയിൽ ടൂട്ട ഹുവ താര, അല്ലെങ്കിൽ ഇത് കാണുന്നത് ലക്കിയാണെന്നൊക്കെ പറയാറുണ്ട്. ഒരു നമ്മുടെ ഒരു ലോക്കൽ വിശ്വാസമാണ് അതൊക്കെ. ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയുന്ന പോലെ ഷൂട്ടിംഗ് സ്റ്റാർസ് ആണ്. ഇഫ് എ മീറ്റിയോർ ഇസ് ബിഗ് ഇനഫ് ആൻഡ് ഡസ് നോട്ട് ഗെറ്റ് ബേൺ അപ്പ് ആൻഡ് കംപ്ലീറ്റ്ലി ആൻഡ് ലാൻഡ്സ് ഓൺ എർത്ത്. ഒരു മീറ്റിയോർ ഇതേപോലെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഇവിടെ വന്നത് ഇങ്ങനെ വന്ന് ടച്ച് ചെയ്ത് ഇത് ഫ്രിക്ഷൻ വന്ന ഉടനെ കത്തി കരിഞ്ഞത് ലൈറ്റ് പോലെ വന്ന് ചാർജിൽ കത്തും, പിന്നെ അത് ബ്ലിങ്ക് ചെയ്ത് പോകും. അത് മീറ്റിയോർ. ഇനി ഇൻ കേസ് കത്തിയില്ല, എർത്തിൽ വന്ന് പതിക്കുകയാണത്, ഭൂമിയിലേക്ക് വന്ന് പതിക്കുകയാണെങ്കിൽ, ഒരു കല്ല് പോലെ ഒരു ആകാശത്ത് വന്ന് ചെറിയ സാധനം വീഴാണെങ്കിൽ അത് മീറ്റിയോറൈറ്റ് ആണ്. മീറ്റിയോർ കത്തിത്തീരും, വന്ന് വീഴാണെങ്കിൽ അത് മീറ്റിയോറൈറ്റ് ആണ്. ഓർത്ത് വെക്കുക ഡിഫറൻസ് മീറ്റിയോർ ആൻഡ് മീറ്റിയോറൈറ്റ്. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദ നമ്പർ ഓഫ് മീറ്റിയോറൈറ്റ്സ് ഓൺ മൂൺ സർഫസ് ഇസ് മച്ച് ലാർജർ ദാൻ ദാറ്റ് ഓൺ ദ എർത്ത് ബിക്കോസ് മൂൺ ഡസ് നോട്ട് ഹാവ് എൻ അറ്റ്മോസ്ഫിയർ. മീറ്റിയോറൈറ്റ്സ് മൂണിൽ വളരെ കൂടുതലാണ്. കാരണം അതിന്റെ ഇതൊരു പ്രിലിംസ് ക്വസ്റ്റൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. എന്തുകൊണ്ടാണ് മൂണിൽ മീറ്റിയോറൈറ്റ്സ് കൂടാനുള്ള കാരണം എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയർ ഇല്ല. ഇത് ഇങ്ങനെ വന്നാൽ കത്തിത്തീരുമല്ലോ. കത്തിത്തീരാത്ത ബാക്കിയുള്ളതാണ് എർത്തിൽ പതിക്കുന്നത്. അവിടെ എല്ലാം കത്താനൊന്നും ഇല്ല, അത് നേരെ വന്നങ്ങ് വീഴുകയാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ മീറ്റിയോറൈറ്റ്സ് കൂടുതലാണ് മൂണിൽ, അറ്റ്മോസ്ഫിയർ ഇല്ല എന്നുള്ളതാണ് പോയിന്റ്. സോ സോളാർ സിസ്റ്റം എന്താണെന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള സഹായം മീറ്റിയോറൈറ്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതെല്ലാം വളരെ പരീക്ഷയ്ക്ക് ആവശ്യമുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് വളരെ ഡെപ്തിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ആൻഡ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം എർത്ത് ആണ്. എർത്ത് ഇസ് ദ 5th largest planet. അറിയുന്ന കാര്യം തന്നെയാണ്. ഷേപ്പ്, ഇറ്റ്സ് ജിയോയിഡ് ഓർ ഒബ്ലേറ്റ് സ്പെറോയിഡ്, സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് അറ്റ് ദ പോൾസ്. വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എർത്ത് എന്ന് പറയുമ്പോൾ ഒരു ശരിക്കും ഒരു പെർഫെക്റ്റ് സർക്കിൾ ഒന്നും അല്ല, കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒരു ചെറിയൊരു ജിയോയിഡ്, ഒബ്ലേറ്റ് സ്പെറോയിഡ് എന്നാണ് അതിൻ്റെ വാക്ക്. ഫ്ലാറ്റൻഡ് അറ്റ് ദ പോൾസ് ആൻഡ് ബൾജിങ് അറ്റ് ഇക്വേറ്റർ. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാം. എർത്ത് ഫ്ലാറ്റൻഡ് ആണ്, പോൾസിന്റെ സ്ഥലത്ത് ഫ്ലാറ്റും കുറച്ച് ബൾജ് ചെയ്ത് ഇക്വേറ്ററിന്റെ അടുത്ത് ബൾജ് ചെയ്യും. സോ ഓൾവേസ് റിമെമ്പർ ഇക്വേറ്റർ ആൻഡ് പോൾസിൽ ഫ്ലാറ്റും ഇക്വേറ്ററിൽ ബൾജിങ്ങും ആണ്. ഇത്തരം ഫാക്റ്റുകൾ നമ്മൾ കാണാതെ പഠിക്കുകയല്ല, നമ്മൾ മനസ്സിലാക്കി വെച്ചാലേ ജോഗ്രഫി നമുക്ക് പ്രിലിംസിന് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ജോഗ്രഫി അത്ര ഭയങ്കര അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാക്കി എടുത്താൽ മതി. ആൻഡ് എർത്ത് ലൈസ് ഇൻ ദ ഗോൾഡിലോക്ക് സോൺ വാട്ടർ ക്യാൻ എക്സിസ്റ്റ് ഇൻ. ഈ ഗോൾഡിലോക്ക് സോൺ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒറ്റ വാക്കിൽ ഗോൾഡിലോക്ക് സോൺ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വാട്ടർ എന്ന് ഓർത്താൽ മതി. വാട്ടർ എക്സിസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. സോ ദർ ഷുഡ് ബി എ പ്ലേസ് വെർ വാട്ടർ ഷുഡ് എക്സിസ്റ്റ്. അത് ഓർത്താൽ മതി. എർത്ത് ഡെൻസസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം ആണ്. സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ ആക്സിസ് ഇസ് മാക്സിമം അറ്റ് ദി ഇക്വേറ്റർ. റൊട്ടേഷനും റെവല്യൂഷനും. സോ റൊട്ടേഷൻ മാക്സിമം ഇക്വേറ്ററിലാണ്, പോൾസിൽ ഡിക്രീസ് ചെയ്യും. ഇതൊക്കെ പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. എർത്തിന്റെ റൊട്ടേഷൻ മാക്സിമം ഇക്വേറ്ററിലാണ്. നമ്മൾ ഓൾറെഡി വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ. ഇക്വേറ്റർ എന്ന് പറയുമ്പോൾ നടുക്ക് കൂടെ പോകണം. നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാനാണ് 0 ഡിഗ്രി എന്ന് പറയുന്നത്.
ഇക്വേറ്ററിലാണ് എർത്തിന്റെ റൊട്ടേഷൻ മാക്സിമം. പോൾസിലേക്ക് പോകുന്ന സമയത്ത്, ഇങ്ങോട്ട് നോർത്ത് പോൾ സൗത്ത് പോളിലേക്ക് പോകുന്ന സമയത്ത് ഡിക്രീസ് ചെയ്യും. അത് ഓർത്ത് വെക്കുക. ഇവിടെയാണ് ബൾജ് കൂടുതൽ ഇക്വേറ്ററിൽ, ഫ്ലാറ്റ് പോളിൽ. ആക്സിസ് ഓഫ് ദി എർത്ത് മേക്സ് ആൻ ആംഗിൾ ഓഫ് 66 ഡിഗ്രി വിത്ത് ദി ഓർബിറ്റൽ പ്ലെയിൻ. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതൊന്ന് ഒരു ഡിഗ്രി ആയിട്ട് ഓർത്താൽ മതി. ഗോൾഡിലോക്ക് സോൺ കണ്ടോ? ഇറ്റ് ഇസ് ദ ഏരിയ അറൌണ്ട് എ സ്റ്റാർ ലൈക്ക് സൺ where the temperature is just right for liquid water to exist on a planet. Not too hot and not too cold. അപ്പോൾ വെള്ളമായി ഇരിക്കാനുള്ള ഒരു ഏരിയ ആണ് സപ്പോർട്ടിങ് ലൈഫ്. അപ്പോൾ ജീവൻ നിലനിർത്താനുള്ള കപ്പാസിറ്റി ഉള്ള ഏരിയ ആണ് എന്നുള്ളതും കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്നൊക്കെ നമ്മൾ പഠിക്കും. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഇനി ആദ്യമായിട്ട് റിവിഷനിലൂടെ ഒന്നുകൂടെ ഒന്ന് ഓർക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. പരീക്ഷയ്ക്ക് പ്രിലിംസിൽ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രം സ്ട്രെസ് ചെയ്തുകൊണ്ടാണ് ഞാനിത് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യുന്നത്. സോ എന്താണ് ലാറ്റിറ്റ്യൂഡ് എന്ന് ഓൾറെഡി അറിയായിരിക്കുമല്ലോ. എന്താണ് ലാറ്റിറ്റ്യൂഡ്? നമ്മൾ ഇത് കാണുന്ന പോലെ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ഇങ്ങനെ ഓരോ വരകൾ കണ്ടിട്ടുണ്ടല്ലോ. സോ ഐ ഹോപ്പ് യു മസ്റ്റ് ബി സീയിങ് ദിസ് ലൈൻസ്. ഈ ലൈനുകൾ നമ്മൾ കാണുന്നതാണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ആംഗുലർ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഓൺ ദ എർത്ത് സർഫസ് മെഷർഡ് ഇൻ ഡിഗ്രി ഓഫ് ദ സെന്റർ ഓഫ് ദ എർത്ത് പാരലൽ ടു ദ ഇക്വേറ്റർ, therefore called parallels. ഇത് കണ്ടോ, ഇത് ഓരോന്നും ഇങ്ങനെ പാരലൽസ് ആയിട്ട് പോകുന്നത് കണ്ടോ? കുറച്ചുകൂടെ ഒരു ബെറ്റർ ഇതിന് നമുക്കത് എടുക്കാൻ പറ്റുന്നതാണ്. സോ ഹാവ് എ ക്ലാരിറ്റി ഓൺ ദാറ്റ്. സോ നമുക്കിത് ഒരു ക്ലാരിറ്റിയിൽ നമുക്കിത് കിട്ടും. ഇത് പാരലൽ ആയിട്ടാണ് ഇത് പോകുന്നത്. ദ ലീനിയർ ഡിസ്റ്റൻസ് ഓഫ് എ ഡിഗ്രി ഓഫ് എ ലാറ്റിറ്റ്യൂഡ് അറ്റ് ദ പോൾ ഇസ് സംവാട്ട് ലോങ്ങർ ദാൻ ദാറ്റ് അറ്റ് ദ ഇക്വേറ്റർ. ഫ്ലാറ്റനിങ് അറ്റ് ദ പോൾസ് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഫ്ലാറ്റനിങ് അറ്റ് ദ പോൾസ് ആൻഡ് ബൾജിങ് ഇൻ ദ ഇക്വേറ്റർ. സോ ലീനിയർ ഡിസ്റ്റൻസ് ഓഫ് എ ഡിഗ്രി ഓഫ് ലാറ്റിറ്റ്യൂഡ് അറ്റ് ദ പോൾ ഇസ് സംവാട്ട് ലോങ്ങർ. ഇത് കണ്ടോ, ഇതിന്റെ ലീനിയർ ഡിസ്റ്റൻസ് കണ്ടോ, പോളിൽ കൂടുതലാണ്. ലോങ്ങർ ദാൻ ദാറ്റ് അറ്റ് ദി ഇക്വേറ്റർ ഡ്യൂ ടു പോൾ ഇസ് സംവാട്ട് ലോങ്ങർ. ഇതിന്റെ ലീനിയർ ഡിസ്റ്റൻസ് ആണ്, ഇതിന്റെ വലിപ്പം, ഇത് ഡിസ്റ്റൻസ് ഇങ്ങനെ പോളിൽ കൂടുതലാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇത് ഇക്വേറ്ററിൽ ഫ്ലാറ്റ് ആണ്. അവിടെയാണ് നമ്മൾ ഫ്ലാറ്റും ബൾജും പഠിക്കുന്നത്. പോളിൽ ഇതിന്റെ ഡിസ്റ്റൻസ് കൂടുതലാണെന്നുള്ളത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്ന ലൈൻസ് ആണ് ലാറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലായി. സോ യു ക്യാൻ ടേക്ക് നോർത്ത് പോൾ സൗത്ത് പോളിൽ ഇങ്ങനെ പോകുന്ന ലൈൻസ് കണ്ടോ. ഈ ലൈൻസ് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദേ ആർ കോൾഡ് എസ് പാരലൽസ്. ദേ റൺ ഇൻ ഈസ്റ്റ് വെസ്റ്റ് ഡിറക്ഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്, ദേ റൺ ഇൻ ഈസ്റ്റ് വെസ്റ്റ് ഡിറക്ഷൻ. നമ്മൾ സാധാരണ ഈസ്റ്റ് വെസ്റ്റ് ഡിറക്ഷനിലാണ് നമ്മൾ അപ്പോൾ എപ്പോഴും ഓർത്ത് വെച്ചാൽ മതി. നോർത്ത് എവിടെ, സൗത്ത് എവിടെ, ഈസ്റ്റ് എവിടെ, വെസ്റ്റ് എവിടെ എന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് ആദ്യം ഉണ്ടാവണം. സോ നോ, ഈസ്റ്റ് വെസ്റ്റ് ഡിറക്ഷൻ ആർ പാരലൽ ടു വൺ അതർ ബട്ട് ദേ ഡു നോട്ട് നെവർ മീറ്റ്. ലാറ്റിറ്റ്യൂഡ് ആണെങ്കിലും ദേ നെവർ മീറ്റ്. റൈറ്റ് ആംഗിൾസ്, പ്രൈം മെറിഡിയൻ നമ്മൾ ഡയറക്ട്ലി ലോഞ്ചിറ്റ്യൂഡ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും പ്രൈം മെറിഡിയൻ എന്താണെന്ന്. ഇതിനെല്ലാം റൈറ്റ് ആംഗിൾസിൽ കട്ട് ചെയ്ത് പോകുന്നതാണ്. ഗെറ്റ് ഷോർട്ടർ ടുവേർഡ്സ് ദ പോൾ. കണ്ടോ, ഇവിടെ എത്തുമ്പോൾ ദ ലോങ്സ്റ്റ് വിത്ത് ദ ഓൺലി ദ ഇക്വേറ്റർ ദ ലോങ്സ്റ്റ് എ ഗ്രേറ്റ് സർക്കിൾ. ഇക്വേറ്ററിന്റെ സമയത്ത് ഇതും പോൾസിലേക്ക് പോകുമ്പോൾ ഇറ്റ് ബിക്കം ഷോർട്ടർ എന്നാണ് നമുക്ക് ഇതിനകത്ത് കാണുന്നത്. ഇത് ബ്രിട്ടാനിക്കയുടെ ഒരു സൈറ്റിൽ നിന്ന് എടുത്തതാണ്. സോ ദ പോൾ ഇസ് സംവാട്ട് ലോങ്ങർ ദാൻ ദ ഇക്വേറ്റർ. അത് ഓർത്ത് വെക്കുക. ഇതിന്റെ സൈസും കാര്യങ്ങളും നമുക്കൊന്ന് ഓർത്ത് വെക്കണം. ആൻഡ് യെസ്, മൂവിങ് ഓൺ. ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതാണ് കണ്ടത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇങ്ങനെ ഒരു സാധനം നമ്മളിത് വളരെ കൃത്യമായിട്ട് കണ്ടു. സോ ഇനി അടുത്ത നമുക്ക് ലോഞ്ചിറ്റ്യൂഡ്സ് ആണ് മനസ്സിലാക്കേണ്ടത്. ദ ലോഞ്ചിറ്റ്യൂഡ് ഓഫ് എ പ്ലേസ് ഇസ് ആൻ ആംഗുലർ ഡിസ്റ്റൻസ് ഈസ്റ്റ് ഓർ വെസ്റ്റ് ഓഫ് ദ പ്രൈം മെറിഡിയൻ റണ്ണിങ്. നമുക്കിത് ജസ്റ്റ് ഒരു പടം നോക്കുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. ഈ പടത്തിനകത്ത് നിന്ന് ഇങ്ങനെ പോകുന്ന ലൈൻസ് കണ്ടോ, അതായത് പ്രൈം മെറിഡിയൻ നടുക്ക് കൂടെ പോയിട്ട് യു ഹാവ് ലൈൻസ് ലൈക്ക് ദിസ്. ഇങ്ങനെ പോകുന്ന ലൈൻസ് ആണ്. നമുക്ക് ഇങ്ങനെ പോകുന്ന ലൈൻസിനെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. സോ അത് നമുക്ക് ഇതിനകത്ത് നിന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. സോ ലോഞ്ചിറ്റ്യൂഡ്സ് ഒന്ന് ഇങ്ങനെ പോകുന്നതും ഒന്ന് ഇങ്ങനെ പോകുന്നതുമാണ്. സോ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇങ്ങനെ പോകുന്നതും, ലാറ്റിറ്റ്യൂഡ്സ് പാരലൽ ഓർത്താൽ മതി എളുപ്പത്തിന്. സോ ഇതുള്ളത് നമുക്ക് എർത്തിനെ ഈസ്റ്റും വെസ്റ്റും, നമ്മൾ ഓൾറെഡി ഈസ്റ്റും വെസ്റ്റും നോർത്തും സൗത്തും, നോർത്തേൺ ഹെമിസ്ഫിയർ സദേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വെസ്റ്റേൺ ഹെമിസ്ഫിയറും ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്ന രീതിയിൽ രണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, സോ ദേ ആർ ബേസിക്കലി 0 ഡിഗ്രി മെഷേർഡ് ടു 0 ഡിഗ്രി ടു 180 ഡിഗ്രി ആണ്. അത് പടത്തിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. 0 ഡിഗ്രി ടു 180 ഡിഗ്രി ആണ്. 0 to 180 ഡിഗ്രി ആണ് ലോഞ്ചിറ്റ്യൂഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു സ്ഥലത്തിന്റെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എപ്പോഴും ഓർത്ത് വെക്കുക. ദേ ആർ സെമി സർക്കിൾസ് റണ്ണിങ് ഫ്രം നോർത്ത് പോൾ ടു ദ സൗത്ത് പോൾ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദേ ആർ സെമി സർക്കിൾസ് റണ്ണിങ് ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ. നോർത്ത് നിന്ന് സൗത്ത് പോളിലേക്ക് വരുന്ന സെമി സർക്കിൾസ് ആണ്. മിനിറ്റ്സിലേക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
1884 it was decided to choose a zero meridian at the one which passes through. അത് നിങ്ങൾക്കറിയാം, ഗ്രീൻവിച്ച് മെറിഡിയനിൽ പോകുന്നതുകൊണ്ടാണ് പ്രൈം മെറിഡിയൻ ലണ്ടനിൽ കൂടെ എടുത്തത്. ആൻഡ് ഇറ്റ് പാസസ് ത്രൂ യൂറോപ്പിൽ UK, ഫ്രാൻസ്, സ്പെയിൻ, ആഫ്രിക്ക, അൾജീരിയ, മാലി, ബുർക്കിന പല രാജ്യങ്ങളൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് ആ രാജ്യങ്ങളെ കുറിച്ചിട്ടും ഒരു ഐഡിയ ഇപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ലാറ്റിറ്റ്യൂഡ് എന്താണ്, ലോഞ്ചിറ്റ്യൂഡ് എന്താണെന്നുള്ള ഒരു ക്ലാരിറ്റി ഇവിടെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇനി അടുത്തത് ഇത് ഏതൊക്കെ രാജ്യങ്ങൾ ലോഞ്ചിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി പ്രധാനപ്പെട്ട അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ആണ്. 180 ഡിഗ്രി ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ആണ്. ലോഞ്ചിറ്റ്യൂഡ് ഇസ് ചോസൺ ആസ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. നമുക്കൊരു ക്ലാരിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചിട്ട് നമുക്കത് ഇതിൻ്റെ കാൽക്കുലേഷനാണ് ആദ്യം നോക്കണം. നമുക്കൊരു കാൽക്കുലേഷൻ കണ്ട് പഠിക്കണം അതിനകത്തുനിന്ന്. ഈ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ഹാവ് എൻ ഐഡിയ, ഈ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. 1 second. Yes, is chosen as international date line. Lines in the mid-Pacific curves that form 180 degree meridian at the Bering Strait, Fiji, Tonga and other islands to prevent confusion. So ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഉണ്ട്. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ക്ലാരിറ്റി വേണ്ടേ. ആ ട്രാവലർ ക്രോസിംഗ് ദ ഡേറ്റ് ലൈൻ ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. അതായത് ഇപ്പോൾ ഓർത്ത് വെച്ചോ, ഈസ്റ്റ് വെസ്റ്റ്. നമുക്ക് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. വേൾഡ് ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. അതായത് നമ്മൾ ഇതിനകത്തുനിന്ന് ഈസ്റ്റ് ടു വെസ്റ്റിലേക്ക് പോവാണ്. ഈസ്റ്റ് ടു വെസ്റ്റിലേക്ക് അങ്ങോട്ടാണ് നമ്മൾ ഡേറ്റ് ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതുവഴി കോണ്ടിനെൻറ്റ്സ് നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് ഈസ്റ്റ് നിന്ന് വെസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം ലൂസ് ചെയ്യും. വൈൽ വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ യു ഗെയിൻ എ ഡേ. സോ വെസ്റ്റ് സൈഡ് ഓൺ ദ ലൈൻ ഇസ് ഓൾവേസ് 1 day ahead ഓഫ് ദി ഈസ്റ്റേൺ സൈഡ്. അതെപ്പോഴും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങോട്ട് വെസ്റ്റ് ഏറ്റവും എളുപ്പം ഓർത്താൽ മതി. ഈസ്റ്റ് ഗെയിൻ ടൈം എന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഈസ്റ്റിലോട്ട് പോകുമ്പോൾ ടൈം ഗെയിൻ ചെയ്യും. വെസ്റ്റ് ഇസ് ഓൾസോ അപ്പം നമുക്കൊന്ന് ക്ലാരിറ്റി നോക്കാം. ഒരു ടൈം ഒരു കാൽക്കുലേഷൻ എടുക്കാം. നമുക്ക് ഇതൊക്കെ എടുക്കുന്നതിന് മുമ്പ് ഒരു കാൽക്കുലേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഡിഗ്രി കാര്യങ്ങളൊക്കെ വരാം. അതായത് ഇന്ത്യയിൽ മൂവിങ് ഈസ്റ്റ് ഗെയിനിങ് ടൈം, മൂവിങ് വെസ്റ്റ് ലൂസിങ് ടൈം എന്ന് ഓർത്ത് വെക്കുക. ഇന്ത്യയിൽ 4:30 മണിയാണ് നമുക്കിപ്പോൾ IST, യൂണിവേഴ്സൽ ടൈം ഇതല്ല, നമുക്ക് IST ആണ്. ഇന്ത്യയിൽ 4:30 മണിയാണ്. നമ്മൾ ഈസ്റ്റിലേക്ക് പോവുകയാണ്. ഇന്ത്യ ഡെഫിനറ്റ്ലി നമ്മൾ നിൽക്കുന്നു. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നമ്മൾ പതുക്കെ ഈസ്റ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ ബാംഗ്ലാദേശിൽ കണ്ടോ, നമ്മുടെ 4:30 എന്ന് പറയുമ്പോൾ 5 മണിയാവും. നിങ്ങൾ ക്രിക്കറ്റ് മാച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. തായ്ലൻഡിലേക്ക് പോവുകയാണ്. നമ്മൾ പതുക്കെ ഈസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈസ്റ്റിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഈസ്റ്റിലേക്ക് രാജ്യങ്ങൾ കടന്ന് പോകുമ്പോൾ 4:30 എന്ന് പറയുമ്പോൾ തായ്ലൻഡിൽ 6 മണിയാണ്. അവിടെയാണ് പ്രത്യേകത. ഇനി ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ ഇന്ത്യ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ ഇന്ത്യയിൽ നിന്നും ഈസ്റ്റിലേക്കല്ല പോകുന്നത്, വെസ്റ്റിലേക്ക് പോവാണ്. അതായത് ഇന്ത്യയിൽ നിന്നും വെസ്റ്റിലേക്ക് പോവാണ്. അങ്ങോട്ട് പോകുമ്പോൾ ലൂസിങ് ടൈമാണ്, ഗെയിനിങ് അല്ല. 4:30 എന്ന് പറയുന്ന ഇന്ത്യൻ ടൈം അങ്ങോട്ട് പതുക്കെ പാകിസ്ഥാൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ പാകിസ്ഥാൻ 4-ലാണ് നിൽക്കുന്നത്. അവിടെയും ക്രിക്കറ്റ് കളിയാണെന്ന് മനസ്സിലാവും. അവിടെ 4 മണിയായിട്ടുള്ളൂ. പക്ഷെ നമുക്കിവിടെ 4:30 കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോയി UAE, നമ്മൾ ഇന്ത്യയുടെ മാപ്പ് നോക്കി ഗൾഫിലേക്ക് UAE പോയി കഴിയുമ്പോൾ നമ്മുടെ 4:30 എന്ന് പറയുമ്പോൾ അവിടെ 3 മണിയാണ്. സോ ദാറ്റ് മീൻസ് അങ്ങോട്ട് വെസ്റ്റിലോട്ട് പോകുന്തോറും ഇത് ഇന്ത്യൻ ടൈം കുറഞ്ഞു വരും. അങ്ങോട്ട് പോകുന്തോറും അത് കൂടും. സോ ഒബ്വിയസ്ലി മാപ്പ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങോട്ട് ഈസ്റ്റിലേക്കുള്ള രാജ്യങ്ങളെല്ലാം നോക്കുമ്പോൾ നമ്മുടെ 4:30 എന്ന് പറയുമ്പോൾ അവിടെ വേറെ നമ്മളെക്കാട്ടും മുന്നിലായിരിക്കും. ഞാനിവിടെ വൈകുന്നേരം 4:30 ചായ കുടിക്കുന്ന സമയത്ത് ഇനി ഈസ്റ്റിലേക്ക് അറ്റത്തേക്ക് പോയി കഴിയുമ്പോൾ അവിടെ പലരും ഡിന്നർ കഴിച്ചിട്ടുണ്ടാവും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞാൻ 4:30 ചായ കുടിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് പോകുന്നതോറും പലരും അവരുടെ ലഞ്ചോ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ കഴിക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇത് വളരെ സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഈ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ആണ് 180 ഡിഗ്രി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയത്. അത് ഓർത്ത് വയ്ക്കുക. 180 ഡിഗ്രി. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലോഞ്ചിറ്റ്യൂഡ് ഡിക്രീസ് സ്റ്റെഡിലി ഫ്രം ഇക്വേറ്റർ ടു പോൾസ് അണ്ടിൽ ഇറ്റ് ബിക്കം 0 അറ്റ് ദ പോൾസ്. മാക്സിമം അറ്റ് ദി ഇക്വേറ്റർ. ഇങ്ങനത്തെ കാര്യങ്ങളാണ് സിവിൽ സർവീസിന് UPSC പലപ്പോഴും ചോദിക്കുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലോഞ്ചിറ്റ്യൂഡ്സ് ഡിക്രീസ് സ്റ്റെഡിലി ഫ്രം ഇക്വേറ്റർ ടു പോൾസ്. ഇക്വേറ്ററിൽ നിന്നും 0 ഡിഗ്രിയിൽ നിന്നും പോൾസിലേക്ക് പോകുമ്പോഴാണ് ഈ ലാറ്റിറ്റ്യൂഡ് ഈ ലോഞ്ചിറ്റ്യൂഡിന്റെ ഡിസ്റ്റൻസ് ഡിക്രീസ് ആയി വരുന്നതെന്ന് ഓർക്കുക. ദ സർക്കിൾ ദാറ്റ് ഡിവൈഡ്സ് ദ ഡേ ഫ്രം നൈറ്റ്, ദ സർക്കിൾ ദാറ്റ് ഡിവൈഡ്സ് ദ ഡേ ഫ്രം നൈറ്റ് ഓൺ ദ ഗ്ലോബ് ഇസ് കോൾഡ് ദ സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ. ഇത് ഓർത്ത് വയ്ക്കുക. നമ്മൾ ഡേ ആൻഡ് നൈറ്റിന് സെപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഡിസ്റ്റൻസ് ഇക്വേറ്ററിൽ നിന്നും അവിടെ പോകുമ്പോൾ സ്റ്റഡിലി ഡിക്രീസ് ചെയ്യും. ഇങ്ങനത്തെ കുറച്ച് ഫാക്ട്സ് നിങ്ങൾ ഓർത്ത് വെക്കണം. അത് പരീക്ഷയ്ക്ക് വളരെ എളുപ്പമാണ്. സോ 1 ഡിഗ്രി എത്രയാണെന്നുള്ള കാൽക്കുലേറ്റർ ഉണ്ട്. നമ്മൾ 1 ഡിഗ്രി 2 ഡിഗ്രീസ് എന്നൊക്കെ അങ്ങോട്ട് നോർത്ത്, 2 ഡിഗ്രി ഈസ്റ്റ്, 2 ഡിഗ്രി വെസ്റ്റ് എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ
6 degrees west, 6 degrees north, 6 degrees east എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 degree of longitude equals 4 minutes of time. 4 മിനിറ്റാണ്. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഓർത്ത് വെക്കുക. 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ 24 hours into minutes, 24 into 60 is 1440 minutes. If you find that each degree of longitude corresponds to 4 minutes, അങ്ങനെയാണ് നമുക്ക് ഈ കാൽക്കുലേഷൻ 4 മിനിറ്റ് ആയിട്ട് കിട്ടുന്നത്. 1 ഡിഗ്രി ഈസ്റ്റിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ യു ഗെയിൻ 4 minutes. 1 ഡിഗ്രി, ഞാനിപ്പോൾ 3 ഡിഗ്രിയിലാണ്. ഞാൻ അടുത്ത പതുക്കെ, ഇപ്പൊ സമയം എവിടെയാണ്? ഇപ്പൊ സമയം 4:30 എന്ന് വിചാരിക്കുക. ഞാൻ 4 ഡിഗ്രിയിലെത്തി ഈസ്റ്റിലേക്ക്. 4 ഡിഗ്രി ഈസ്റ്റിലേക്ക് എത്തിയപ്പോൾ 4:34 4 മിനിറ്റും കൂടെ ഓരോ ഡിഗ്രി കയറുമ്പോൾ 4 minutes കുറയും. ഇപ്പുറത്താണെങ്കിൽ 4:30 ആണെങ്കിൽ അവിടെ 4:26 വെസ്റ്റിലേക്ക്. ഈ കാൽക്കുലേഷൻ നിങ്ങൾ പണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കുമായിരുന്നു PYQല്. എടുത്ത് നോക്കി കാണാം. 2011 മുന്നേ ചോദിക്കും സമയം തന്നിട്ട്. UTC എന്ന് ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സൽ കോർഡിനേറ്റഡ് യൂണിവേഴ്സൽ ടൈമാണ്. കോർഡിനേറ്റഡ് യൂണിവേഴ്സൽ ടൈം എന്നുള്ളതാണ്. ഇത് ഫ്രഞ്ചിൽ നിന്ന് വന്നതാണ്. സെർവ്സ് ദ റെഫറൻസ് പോയിന്റ് ഓഫ് ടൈം സോൺസ് വേൾഡ് വൈഡ്. ഇത് ഒരു കാൽക്കുലേഷൻ യൂണിറ്റ് ആണ്. UTC എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് IST പോലെ തന്നെ. ഓക്കെ, സോ ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം, വി ഷുഡ് നോ ലാറ്റിറ്റ്യൂഡ് ആണ് നമുക്ക് അടുത്ത പ്രധാന ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ലെറ്റ്സ് ഡിസ്കസ്. ഇത് വളരെ പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. എങ്ങനെയാണ് ഇക്വേറ്റർ 0 ഡിഗ്രി ആണ്. എർത്തിന്റെ നടുക്ക് കൂടെ പോകുന്ന ഒരു സർക്കിൾ. ദിസ് ഇസ് ദ മെയിൻ ഹൊറിസോണ്ടൽ ലൈൻ ദാറ്റ് കട്ട്സ് ദ എർത്ത് റൈറ്റ് ഇൻ ദ മിഡിലൂടെ പോകുന്നതാണ് ഇക്വേറ്റർ. 0 ഡിഗ്രി നടുക്കുന്നാണ് ഇത് കട്ട് ചെയ്ത് പോകുന്നത്. ഇറ്റ് ഡിവൈഡ്സ് ദ എർത്ത് ഇൻ ടു നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ എന്ന രീതിയിൽ എർത്തിനെ 2 ഹെമിസ്ഫിയറിൽ ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് പ്ലേസസ് നിയർ ദ ഇക്വേറ്റർ, ഇക്വേറ്ററിന് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഈ കിടക്കുന്ന ഇക്വേറ്ററിന്റെ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത്, ഇത് ക്ലൈമറ്റും ടെമ്പറേച്ചേഴ്സും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആർ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ബിക്കോസ് ദേ ഗെറ്റ് ഡയറക്റ്റ് സൺലൈറ്റ് എവറി ടൈം. എർത്ത് പിന്നെ ഇങ്ങനെയല്ല ഇരിക്കുന്നത്. നമ്മൾ സണ്ണും എർത്തും നോക്കുമ്പോൾ, ഇപ്പം നമ്മൾ 2 കാര്യം, സണ്ണും എർത്തും നോക്കുമ്പോൾ എർത്ത് ഇങ്ങനെ ഡയറക്റ്റ്ലി അല്ല ഇരിക്കുന്നത്. എർത്ത് കുറച്ച് ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. അതാണ് സ്ലൈറ്റ്ലി ടിൽറ്റഡ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ സണ്ണിൽ നിന്ന് ഇൻസുലേഷൻ വരുന്ന സമയത്ത് ഡയറക്റ്റ്ലി വീഴാത്തത്. ഇക്വേറ്റർ ഇങ്ങനെയല്ല ഇരിക്കുന്നത്, കുറച്ച് ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ലാന്റിങ് ആയിട്ടാണ് സൺലൈറ്റ് അടിക്കുന്നത്. അതെപ്പോഴും ഓർത്ത് വെക്കണം ജോഗ്രഫിയിൽ. അപ്പോൾ ഇവിടെ എപ്പോഴും സൺലൈറ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര ചൂടുള്ള സ്ഥലങ്ങളായിരിക്കും. നിങ്ങൾ എപ്പോഴും നോക്കിയാൽ മതി. അവിടുത്തെ ടെമ്പറേച്ചർ ഏകദേശം ഭയങ്കര ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ആയിരിക്കും. നിങ്ങൾ നോക്കിയാൽ കെന്യ, ബ്രസീൽ, ഇന്തോനേഷ്യ എല്ലാം ഇക്വേറ്ററിന് അടുത്താണ്. അപ്പോൾ ഇക്വേറ്ററിന് അടുത്തുള്ള രാജ്യങ്ങൾ ഏതാണെന്നുള്ളതും PYക്ക് നമുക്ക് പരീക്ഷയ്ക്ക് നല്ല ക്ലാരിറ്റി വേണം, ഓർത്ത് വെക്കാൻ പറ്റണം. സോ കെനിയ, ബ്രസീൽ, ഇന്തോനേഷ്യ ഉണ്ടെന്ന് മനസ്സിലായി. കെനിയ ഉണ്ട്, ബ്രസീൽ ഉണ്ട്, ഇന്തോനേഷ്യ ഉണ്ട്. ഓൾമോസ്റ്റ് സിമിലർ ക്ലൈമറ്റ് ആകും എന്നാണ് ഇവിടെ പറയുന്നത്. സോ ഇനി അടുത്തത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. നമ്മൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇക്വേറ്റർ ആണ് നമ്മൾ ഇതിനകത്ത് കണ്ടത്. ഇപ്പോൾ ഇനി മുകളിലും താഴെയും നമുക്ക് ഉണ്ടെന്നറിയാം. നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടെന്നറിയാം. ഏറ്റവും മുകളിലുള്ളതാണ് ആർട്ടിക് സർക്കിൾ. അന്റാർട്ടിക് എന്ന് പറയുന്നത് ഇപ്പൊ നോർത്ത് സൈഡിലാണ്. അതാണ് നോർത്തേൺ സീ, സതേൺ സീ എന്നൊക്കെ പറയുന്നത്. ഇവിടെ സൗത്തിൽ അന്റാർട്ടിക് ആണ്. ഈ എർത്ത് ഇരിക്കുന്ന പടം കണ്ടോ? ഇങ്ങനെയല്ല ഇരിക്കുന്നത്. ഇറ്റ്സ് ആക്ച്വലി ടിൽറ്റഡ്, കുറച്ച് ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. സൺസ് റേസ് വരുന്നത് കണ്ടോ? ഇങ്ങനെ വരുമ്പോൾ എന്താന്ന് വെച്ചാൽ അത് സ്ലാൻഡ് ചെയ്ത് എർത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ കിട്ടുന്ന സ്ഥലത്ത്, ഇങ്ങനെ വരുന്ന സാധനത്തിന് ഇങ്ങനെ ചെരിയുമ്പോൾ എന്താന്ന് വെച്ചാൽ റേസ് ഇങ്ങനെ വരുന്നത്. ഡയറക്റ്റ്ലി ഇവിടെ ഹിറ്റ് ചെയ്യുന്നതല്ല, കുറച്ച് ഇങ്ങോട്ട് ഹിറ്റ് ചെയ്യുമ്പോൾ സ്ലാൻഡ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ ആർട്ടിക് സർക്കിൾ ഉണ്ട്, അന്റാർട്ടിക് സർക്കിൾ ഉണ്ട് എന്ന്. മുകളിൽ ആർട്ടിക്, താഴെ അന്റാർട്ടിക് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി ഇക്വേറ്റർ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ആ ഒരു ലൈൻ, ഇക്വേറ്ററിന്റെ മുകളിലുള്ള സ്ഥലം എപ്പോഴും ഓർത്ത് വെക്കുക. മുകളിലുള്ള സ്ഥലം ക്യാൻസറും താഴെയുള്ള സ്ഥലം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇതിന്റെ ഡിഗ്രി ഇവിടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിന് 23 ഡിഗ്രി നോർത്ത്. അതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. എപ്പോഴും ഓർത്താൽ മതി, മുകളിൽ ക്യാൻസർ, താഴെ കാപ്രിക്കോൺ. അതിന് കൺഫ്യൂഷൻ ആകുമ്പോൾ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാപ്രിക്കോൺ ആണോ ക്യാൻസർ ആണോ മുകളിൽ നിന്ന് ചോദിച്ചാൽ ഇത് വളരെ കൃത്യമായിട്ട് എർത്തിന്റെ ഇക്വേറ്ററിന്റെ മുകളിലുള്ളത് ക്യാൻസർ, 23 ഡിഗ്രി നോർത്ത് ആണ്. എഗെയിൻ ഇതൊരു ഇമാജിനറി ലൈനാണ്. അപ്പോൾ ഇക്വേറ്റർ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. June 21st, the sun is directly overhead on this line marks the summer solstice. നമ്മൾ അടുത്ത് കുറച്ച് കഴിയുമ്പോൾ പഠിക്കും സമ്മർ സോളിസ്റ്റൈസ് എന്താണ്. കാരണം നോർത്തേൺ ഹെമിസ്ഫിയറിൽ ജൂൺ സമയത്ത് ഈ ഏരിയയിൽ സൺ ഇങ്ങനെ, വേറൊരു കാര്യം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. ഈ സണ്ണൊരു കുട്ടിയെ പോലാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താന്നും മുകളിലൊക്കെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കില്ല. അതാണല്ലോ എർത്ത് ഇങ്ങനെ മാറുന്ന, അതനുസരിച്ചാണ് റേസ് മാറുന്നതെന്ന് മനസ്സിലാക്കുക. സോ ഇറ്റ് പാസസ് ത്രൂ ഇന്ത്യ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23 ഡിഗ്രി നോർത്ത് ആണെങ്കിൽ ഇന്ത്യയിലൂടെ പാസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. പാസ് ചെയ്യുന്നതുകൊണ്ടാണ് സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും തമ്മിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഭയങ്കരമായ വ്യത്യാസം വരുന്നത് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക.
ഇമാജിനറി ലൈനാണ്, ഇതാ കണ്ടോ, 23 ഡിഗ്രി നോർത്ത് ആണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23 ഡിഗ്രി സൗത്ത് ആണ്, ഇപ്പുറത്തെ സൈഡിൽ ഇത് കൂടെ പോകുന്നതാണ്. നോർത്ത് പോകുന്ന റീജിയൻ കണ്ടോ, നമുക്കിതിനകത്ത് നോർത്ത് വളരെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാം. ഇക്വേറ്റർ എന്ന് പറയുമ്പോൾ കണ്ടോ, നമ്മൾ നേരത്തെ കെനിയ, ഇന്തോനേഷ്യ, ബ്രസീലൊക്കെ ഡിസ്കസ് ചെയ്ത് പോയതാണ്. ഇക്വേറ്റർ പോകുന്ന രീതി ഉണ്ടോ? ഇന്ത്യ ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ, ഇക്വേറ്റർ ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23 ഡിഗ്രി നോർത്ത് കണ്ടോ, ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നോർത്തൻ അമേരിക്ക കട്ട് ചെയ്ത് കാരിബിയൻ്റെ സൈഡിൽ കൂടെ പോയി ആഫ്രിക്കയും കട്ട് ചെയ്ത് മിഡിൽ ഈസ്റ്റിൻ്റെ ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് ഇന്ത്യയുടെ മേജർ പോർഷൻ കട്ട് ചെയ്താണ് പോകുന്നത് പസഫിക്കിലേക്ക്. ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് ഇന്ത്യയിലെ കൂടെ കയറി പോകുന്നുണ്ട്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ മുകളിലുള്ളതാണ്. അങ്ങനെ ഈ പോർഷൻ ഇന്ത്യ കൂടെ കട്ട് ചെയ്ത് പോകുമ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് സ്പ്ലിറ്റിംഗ് 2 ക്ലൈമാറ്റിക് സോൺസ്, ട്രോപ്പിക്കൽ സൗത്ത് ആൻഡ് മോർ ടെമ്പറേറ്റ് നോർത്ത്. കുറച്ചുകൂടെ ട്രോപ്പിക്കൽ സൗത്തും ടെമ്പറേറ്റ് നോർത്തുമാണ് 2 പ്രധാനപ്പെട്ട. ഇതിങ്ങനെ പോകുന്നതുകൊണ്ടാണ് നമുക്ക് സൗത്തും നോർത്തും വേറെ ക്ലൈമറ്റിലും വേറെ ഇതിലിരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്സിനെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. സോ പ്ലീസ് റിമെമ്പർ, ഈ പടം നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ജോഗ്രഫി ഒരു കാൽക്കുലേഷൻ കിട്ടും. ഇന്ത്യ പോകുന്ന സ്ഥലം കണ്ടോ, അതാ ഗുജറാത്ത് ഈ ലൈനിൽ കൂടെ പോകുന്നത്, ഈ ഛത്തീസ്ഗഡൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെയാണ് കയറി പോകുന്നത്. സോ വളരെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഗുജറാത്തിൽ കൂടെ പോകുന്നുണ്ട്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. കണ്ടോ, ഇപ്പുറത്തുനിന്ന് വെസ്റ്റ് നിന്ന് ഗുജറാത്ത്, രാജസ്ഥാൻ, നടുക്ക് കൂടെ മധ്യപ്രദേശ്, ഇപ്പുറത്തെ സൈഡിൽ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഈസ്റ്റ് സൈഡിലേക്ക് ബംഗാൾ, ത്രിപുര, മിസോറാം. ഇത്രയും സ്ഥലങ്ങളാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കട്ട് ചെയ്ത് പോകുന്നത് ഇന്ത്യയിൽ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാം, അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ പ്രത്യേകം മാർക്ക് ചെയ്തത്. സോ റിവിഷന്റെ ഭാഗമായിട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നോക്കുമ്പോൾ ഭോപ്പാൽ, റാഞ്ചി, ഗാന്ധിനഗർ, അഗർത്തല, എയ്സ്വാൾ ക്യാപിറ്റലാണ്. ഇതെല്ലാം ഇതിലൂടെ പോകുന്ന സ്ഥലങ്ങളാണ്. ഓക്കെ, സോ ഇതെല്ലാം മെയിനായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് പാസ് ചെയ്ത് പോയിരിക്കുന്നത്. ഇനി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ നമ്മൾ ഈ പടത്തിൽ നമ്മൾ കണ്ടതാണ്. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എവിടെയാണെന്നുള്ളത്, ഇത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ നമ്മൾ ഇതിനകത്ത് ഓൾറെഡി കണ്ടതാണ്. താഴേക്കാണ് 23.5 ഡിഗ്രി സൗത്ത് ആണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ പോകുന്നുണ്ടോ. അമേരിക്ക കട്ട് ചെയ്യുന്നില്ല, സൗത്ത് അമേരിക്കയിലെ രാജ്യങ്ങൾ കട്ട് ചെയ്ത് സൗത്ത് അറ്റ്ലാന്റിക് വഴി ആഫ്രിക്കയുടെ താഴത്തെ പോർഷൻസ് കട്ട് ചെയ്ത് ഓസ്ട്രേലിയയും കട്ട് ചെയ്താണ് പോകുന്നത്. അപ്പോൾ അത് കൂടുതൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം, ആ രാജ്യങ്ങൾ താഴേക്കുള്ളതാണെന്നുള്ളത് ക്ലാരിറ്റി ഉണ്ടാവണം. സോ ഇവിടെ എന്ന് വെച്ചാൽ സതേൺ ഹെമിസ്ഫിയർ ഡിസംബർ 21 സൺ ഇസ് ഡയറക്ട്ലി ഓവർ ഹെഡ്. സണ്ണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ നമ്മൾ ആ സമയം ജൂണിലാണ്, അത് ആ സമയത്ത് അവിടെ ഡയറക്ട്ലി ഓവർ ഹെഡ് ആണ്. ഇവിടെ താഴെയാണ് സണ്ണ് വരുന്നത്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓസ്ട്രേലിയ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്കയുടെ ഒക്കെ കൂടെയാണ് ഇത് നമുക്ക് കാണാൻ പറ്റുക. സോ ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്കയൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്കയൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സോ ആ രാജ്യങ്ങളും കൂടെ നല്ല ക്ലാരിറ്റിയിൽ നമുക്കൊന്ന് ഓർത്ത് വെക്കാമെന്നില്ല. സോ യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ഓസ്ട്രേലിയ, യെസ്. ചിലി, അർജന്റീന, പരാഗ്വ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക. സോ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമീബിയ, ബോട്സ്വാന, മൊസാംബിക്, മഡാഗസ്കർ. ഈ സ്ഥലങ്ങൾ ഇത് എക്സോസ്റ്റീവ് അല്ല, നിങ്ങളൊരു ക്ലാരിറ്റി നിങ്ങൾ പ്രിപ്പറേഷൻ ഉണ്ടാക്കിയെടുക്കണം. അർജന്റീന ഉണ്ട്, ചിലി, അർജന്റീന, ഓസ്ട്രേലിയ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, നമീബിയ, ബോട്സ്വാനയൊക്കെ ഉണ്ട് ഇതിൻ്റെ കട്ട് ചെയ്യുന്നത്. ആർട്ടിക് സർക്കിൾ മുകളിലാണ്, നിയർ ദ ടോപ്പ് ഓഫ് ദി എർത്ത്. ദർ ആർ ഡേയ്സ്, ഇവിടെ ചില സമയത്ത് 24 മണിക്കൂർ ഡേ ലൈറ്റും ഡാർക്ക്നെസ്സും ഉണ്ടാവാറുണ്ടെന്ന് പറയുന്നുണ്ട്. കോൾഡ് സോണാണ്. കാനഡ, നോർവേ, റഷ്യയൊക്കെയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുക. കണ്ടോ ഈ ആർട്ടിക് സർക്കിൾ കണ്ടോ, US-ന്റെ അലാസ്ക ഉണ്ട്, ഇപ്പോഴത്തെ സൈഡിൽ ഗ്രീൻലൻഡ്, ഐസ്ലൻഡ്, നോർവേ, സ്വീഡൻ, ഫിൻലൻഡ്. ഈ നോർത്ത് പോൾ ആർട്ടിക് സർക്കിൾ ഇവിടെയാണ് നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത്. സോ ഹാവ് എൻ ഐഡിയ ഓൺ ദാറ്റ്. അന്റാർട്ടിക് താഴെ ബോട്ടം സതേൺ ഹെമിസ്ഫിയറിൽ, ഇവിടെയും സൺലൈറ്റും ഫുൾ ഡേയ്സ് ഓഫ് സൺലൈറ്റും ഡാർക്ക്നെസ് ഒക്കെ വരാറുണ്ട്. ഫ്രിജിഡ് സോൺ അന്റാർട്ടിക്കയുടെ മെയിൻ ഏരിയ ആണ് ഇത് കവർ ചെയ്യുന്നത്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ന്യൂസിലൻഡ്, ടാസ്മാനിയ, ഈ ഒരു ഏരിയ കണ്ടോ, അന്റാർട്ടിക്കയുടെ സതേൺ ഓഷ്യൻ, ഇത് കംപ്ലീറ്റ് ഫാക്ലൻഡ് ഐലൻഡ്സ് ഒക്കെ ഇത് കവർ ചെയ്യുന്ന ഏരിയ ആണ് ആർട്ടിക്. പിന്നെ പ്രൈം മെറിഡിയൻ 0 വെർട്ടിക്കൽ ലൈൻ, ഇതാണ് നേരത്തെ നമ്മൾ കണ്ടത്. പ്രൈം മെറിഡിയൻ ഗ്രീൻവിച്ച് മെറിഡിയൻ ആണ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ, ലോഞ്ചിറ്റ്യൂഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ഇതാണ് വെർട്ടിക്കൽ ലൈൻ ഗോയിങ് ഫ്രം ബോട്ടം പാസിംഗ് ത്രൂ ഗ്രീൻവിച്ച് ലണ്ടൻ. ഇറ്റ് ഡിവൈഡ്സ് ദ എർത്ത് ഇൻ ടു ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഹെമിസ്ഫിയർ. ഓൾ ടൈം സോൺ ആർ മെഷർഡ് ഫ്രം ദിസ് ലൈൻ. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് വെച്ച് നോർത്തേൺ ഹെമിസ്ഫിയർ, സതേൺ ഹെമിസ്ഫിയർ എന്ന് പഠിക്കുന്ന പോലെ ലോഞ്ചിറ്റ്യൂഡിൽ പ്രൈം മെറിഡിയൻ ഗ്രീൻവിച്ച് മെറിഡിയൻ ലൈൻ ഇതിൽ ലണ്ടൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഹെമിസ്ഫിയർ ആയിട്ട് മാറ്റുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണ് നമുക്ക് ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ടത്. സോ ഓർത്ത് വെച്ചോളൂ, നടുക്ക് ഇക്വേറ്റർ,
മുകളിലേക്ക് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ആർട്ടിക് സർക്കിൾ, നോർത്ത് പോൾ. താഴേക്ക് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, അന്റാർട്ടിക് സർക്കിൾ, സൗത്ത് പോൾ. ഇത് പെട്ടെന്ന് കാണാതെ പറയാം. ഇത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രീസ് പ്രശ്നമില്ല. മുകളിൽ ആർട്ടിക് സർക്കിളും 66.5 ഡിഗ്രി ആണ്, താഴേക്ക് 66.5 ഡിഗ്രി. സോ മൊത്തം ഓർത്ത് വെക്കേണ്ടത് ഒരു 23 ഡിഗ്രിയും 66 ഡിഗ്രി മാത്രം ഓർത്ത് വെക്കുക. ഒന്ന് നോർത്ത് സൗത്ത്. ഇത്രേ ഉള്ളൂ. ഇത് പഠിക്കാൻ എളുപ്പമാണ്, ഓർത്ത് വെച്ചാൽ മതി. ഈ രാജ്യങ്ങളുടെ ലിസ്റ്റ് ഒന്നുകൂടെ ചെക്ക് ചെയ്യണേ, കാരണം ആ രാജ്യങ്ങൾ എവിടെ കട്ട് ചെയ്യുന്നു എന്നുള്ളത് എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഒന്ന് എടുത്തു വെച്ചാൽ മതി. ആൻഡ് ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, എന്താണ് ഈ 23.5 ഡിഗ്രി അല്ലെങ്കിൽ 66.5 എന്നൊക്കെ ഉള്ള കാൽക്കുലേഷൻസ് എങ്ങനെയാണ് ഇത് വരുന്നതെന്നുള്ളൊരു സത്യം നമുക്ക് മനസ്സിലാക്കണം. സണ്ണും ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഡിഗ്രീസും, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എർത്തും സണ്ണും തമ്മിലുള്ള ഒരു ഇക്വേഷനാണ്. എർത്തിലേക്ക് ഞാൻ പറഞ്ഞു, എർത്ത് ഇത് പടത്തിലും കണ്ടു, എർത്ത് ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇവിടെ നിന്ന് സൺറൈസ് വരുന്നതും ഈ സൺറൈസ് വരുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ സൺ ഓവർഹെഡായി ഇന്ന സമയം ഒരു ദിവസമായി ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവുന്നു, സോളിസ്റ്റൈസ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് എല്ലാം സണ്ണും എർത്തും തമ്മിലുള്ള റിലേഷനാണ്. അതിൻ്റെ സൺ റേസ് അടിക്കുന്നതിൻ്റെ പ്രശ്നമാണത്, വേറൊന്നുമല്ല. അപ്പോൾ ഇത് അതിൻ്റെ രീതിയിൽ മനസ്സിലാക്കി വെച്ചാൽ മതി. സോ വാട്ട് ഡസ് സൺ ഡയറക്ട്ലി ഓവർഹെഡ് മീൻ എന്ന്, സൺ ഡയറക്ട്ലി ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദ്യം. സോ ട്രോപ്പിക് ഓഫ് ക്യാൻസർ നമ്മൾ ഈ പടം നോക്കുകയാണെങ്കിൽ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.4 ഡിഗ്രി നോർത്ത് ഓഫ് ദി ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ is 24 ഡിഗ്രി south of the equator. These are the farthest points from north and south where the sun can be directly overhead. ഇത് എല്ലാ ദിവസവും ഇങ്ങനെ നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ദ ആർട്ടിക് സർക്കിൾ മുകളിൽ അന്റാർട്ടിക്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അന്റാർട്ടിക്കിൽ കൊടുത്തിട്ടുണ്ട്. സൺ ഡയറക്ട്ലി ഹിറ്റ് ചെയ്യുന്നുണ്ടോ ജൂണിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ? ഇത് ജൂണിലാണ് നടക്കുന്നത്. സൺ ആ സമയമാണ് ഡയറക്ട്ലി അവിടെ അടിക്കുന്നത്. സൺ ഡയറക്ട്ലി ഓവർഹെഡ് ഡിസംബർ സോളിസ്റ്റൈസ് എന്ന് പറയുമ്പോൾ ഇത് ഡിസംബറിലാണ് ഈ ഏരിയയിൽ അടിക്കുന്നത്. അപ്പോൾ ഇത് എപ്പോഴും ഓർത്ത് വെച്ചാൽ മതി. ജൂണിൽ നോർത്തേൺ ഹെമിസ്ഫിയർ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ അവിടെ, രണ്ടാമത് താഴെ വരുന്നത് ട്രോപ്പിക് ഓഫ്, ഇപ്പുറത്തെ ഒന്ന് മുകളിൽ ഒന്ന് താഴെ. ഈ ഒരു കാര്യം എപ്പോഴും ഓർത്ത് വെച്ചാൽ മതി. ഫാർദസ്റ്റ് പോയിന്റ്സ് നോർത്ത് ആൻഡ് സൗത്ത് വെർ ദ സൺ ക്യാൻ ബി ഡയറക്ട്ലി ഓവർഹെഡ്. നൂൺ സമയത്ത് ആ സൺ അവിടെ ഉണ്ടെന്നുള്ളത് എപ്പോഴും ഓർത്ത് വെക്കുക. അതേപോലെ ഇക്വിനോക്സ് എന്ന വാക്ക് നിങ്ങൾ ഓൾറെഡി അറിയായിരിക്കും. ഡേ ആൻഡ് നൈറ്റ് ഈക്വൽ ആയിരിക്കും, 12 hours each. സൺ ഷൈൻസ് ഡയറക്ട്ലി ഓൺ ദി ഇക്വേറ്റർ. ഇറ്റ് ഹാപ്പൻസ് ട്വൈസ് എ ഇയർ. ഇക്വേറ്ററിൽ ഡയറക്ട്ലി അടിക്കും, 2 പ്രാവശ്യം ഇത് ഡയറക്ട്ലി സംഭവിക്കും എന്നാണ് പറയുന്നത്. ഈ പടം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ സോളിസ്റ്റൈസ് ഒരു സൈഡിൽ ഓവർഹെഡ് ആയിരിക്കും എന്ന്, അത് നമുക്ക് സമയം നോക്കാം. ജൂണിൽ ആദ്യം ഇക്വിനോക്സ് നോക്കാം. മാർച്ച്, ജൂൺ, സെപ്റ്റംബർ, ഡിസംബർ, ഇങ്ങനെയാണല്ലോ നമ്മൾ പോകുന്നത്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ വേർണൽ ഇക്വിനോക്സ്, മാർച്ച്, ഇക്വിനോക്സിന്റെ വാക്കിന്റെ അർത്ഥം തന്നെ ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് എന്നാണ്. അപ്പോൾ വെർണൽ ഇക്വിനോക്സ് എന്ന് പറയുമ്പോൾ അത് മാർച്ച് 20-21 അതാണ് അതിന്റെ ടൈം ഫ്രെയിം എന്ന് ഓർത്ത് വയ്ക്കുക. ടൈം ഫ്രെയിം മാർച്ച് 21. വേർണൽ ഇക്വിനോക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്പ്രിംഗ് ഇക്വിനോക്സ് തന്നെയാണ്. ഓട്ടം മുകളിലാണ്, പിന്നെയാണ് സെപ്റ്റംബർ. മാർച്ചിൽ സ്പ്രിംഗ് എന്ന വാക്ക് ഓർത്ത് വെക്കുക. സൺ ഈസ് ഡയറക്ട്ലി അബൌവ് ദി ഇക്വേറ്റർ. പോയിന്റ് നമ്പർ 1. ഡേ ആൻഡ് നൈറ്റ് ആർ ഈക്വൽ. മാർക്സ് ദ സ്റ്റാർട്ട് ഓഫ് സ്പ്രിംഗ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. സ്പ്രിംഗ് വന്നു, സ്പ്രിംഗ് സീസൺ ഉണ്ടല്ലോ, സ്പ്രിംഗ് വന്നു എന്ന് കാണിക്കുന്ന ഇതാണ്. അപ്പോൾ പടത്തിൽ പ്രത്യേകം ഓർത്ത് വെക്കുക. വേർണൽ ഇക്വിനോക്സ് മാർച്ച് തൊട്ട് തുടങ്ങുകയാണ്. ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് വെച്ച് നമ്മൾ സണ്ണിൻ്റെ ഇത് വെച്ച് നമ്മൾ തുടങ്ങുകയാണ്. പതുക്കെ മുന്നോട്ട് പോകുമ്പോൾ അടുത്തത് പടം അനുസരിച്ചിട്ട് സമ്മർ സോളിസ്റ്റൈസ് ആണ്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ കഴിഞ്ഞു. സോ അടുത്തത് ജൂൺ ആണ്. ജൂൺ 2022 സമ്മർ സോളിസ്റ്റിസ് എന്നാണ് വിളിക്കുന്നത്. സൺ ഇസ് ഡയറക്ട്ലി അബൌവ് ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. 23.5 ഡിഗ്രി മുകളിൽ സൺ ഇസ് ഡയറക്ട്ലി ലോങ്സ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. സമ്മറിന്റെ തുടക്കമാണ് സമ്മർ സോളിസ്റ്റൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് ഒരു സൈഡിൽ ഏറ്റവും കൂടുതൽ അടിക്കുന്നത്. ഓവർ ഹെഡ് ആണ്. സൺ ഇസ് ഡയറക്ട്ലി അബൌവ് ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ മുകളിലായിരിക്കും. അതാണ് സമ്മർ സോളിസ്റ്റൈസ് എന്ന് വിളിക്കുന്നത്. സമ്മറിന്റെ തുടക്കമാണ്. അപ്പോൾ ലോങ്സ്റ്റ് ഡേ ആൻഡ് ഷോർട്ട്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലോങ്സ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ് ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി പതുക്കെ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പതുക്കെ ജൂണിൽ നിന്ന് വന്നു. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറിലായി. പിന്നെ ഇക്വിനോക്സ് വന്നു, ഈക്വൽ. അത് ഓട്ടമാണ് എന്ന് ഓർത്ത് വയ്ക്കുക, സ്പ്രിംഗ് അല്ല. സൺ ഇസ് ഡയറക്ട്ലി അബൌവ് ദി ഇക്വേറ്റർ. ഇക്വേറ്ററിന്റെ മുകളിൽ വന്നു. ഡേ നൈറ്റ് ആർ ഈക്വൽ. മാർക്സ് ദ സ്റ്റാർട്ട് ഓഫ് ഓട്ടം. ഓട്ടമാണ് ഇവിടെ വന്നതെന്നും കൂടെ ഓർത്ത് വയ്ക്കുക. ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ദാറ്റ്. ഓട്ടം വന്നു. ഇനി സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ കഴിഞ്ഞു ഡിസംബറിലേക്ക് വരുന്ന സമയത്ത് അഗെയിൻ യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. മാർക്സ് ദ, ഇനി അടുത്ത നമുക്ക്
വിന്റർ സോളിസ്റ്റൈസ് നോക്കുന്ന സമയത്ത് സൺ ഇസ് ഡയറക്ട്ലി അബൌവ് ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഷോർട്ടസ്റ്റ് ഡേ ആൻഡ് ലോങ്സ്റ്റ് നൈറ്റ്, വിന്ററിന്റെ തുടക്കം വരികയാണ് വിന്റർ സോളിസ്റ്റൈസ്. അവിടെ ചെറിയ ദിവസവും ലോങ് നൈറ്റുമാണ്, മുകളിൽ ലോങ് ഡേ ഷോർട്ട് നൈറ്റ്. ഇത് നേരെ തിരിച്ച് ആലോചിച്ചാൽ മതി. മുകളിൽ ഏറ്റവും ലോങ്സ്റ്റ് ഡേ ഷോർട്ടസ്റ്റ് നൈറ്റ് എന്ന് പറയുന്ന പോലെ ഇവിടെ നൈറ്റ് കൂടുകയാണ്, വിന്റർ വരികയാണ്. സോ ഡിസംബർ സമയം നമുക്ക് എപ്പോഴും പറയാം വിന്റർ സമയമാണെന്നില്ലേ. ഇങ്ങനെയാണ് സൺ റേസ്, അത് ഈ ഡിഗ്രി, ഈ സംഭവങ്ങളൊക്കെ ഈ 23 ഡിഗ്രി നേരത്തെ പറഞ്ഞ പോലെ 25 ഡിഗ്രി ഇതൊക്കെ പറയുന്നതിന്റെ റീസൺ സൺ, ഇത് ഓർത്ത് വെച്ചാൽ മതി. സണ്ണിന്റെ ഈ സ്ലാന്റിങ് വരുന്ന സംഭവം ഓർത്താൽ മതി. യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. വിത്ത് ദ സൺ ക്യാൻ ബി ഓവർ ഹെഡ് അറ്റ് ദ സോളിസ്റ്റൈസ്. അതിനെയാണ് ഈ വിന്റർ സമ്മർ എന്ന് പറയുന്നത്. അവിടെ സമ്മറിന്റെ തുടക്കം, അവിടെ വിന്ററിന്റെ തുടക്കം ഓവർ ഹെഡ് ആണെന്നുള്ളത് മാത്രം ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. റിമെമ്പർ ദാറ്റ് പോയിന്റ്. ആൻഡ് നമ്മൾ ഈ എക്കണോക്സും വേണൽ ഇക്കണോക്സും സമ്മറും ഓർത്ത് വെക്കുക. ആദ്യം വേണലാണ്, മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ, ജൂണിൽ സമ്മർ, അപ്പുറത്ത് സെപ്റ്റംബർ ആകുമ്പോൾ ഓട്ടം, സ്പ്രിങ്ങും ഓട്ടം, അപ്പുറത്ത് വിന്റർ സോളിസ്റ്റൈസ്. ഈ പടം നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും, ഓർത്ത് വെക്കാൻ നോക്കുക. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇതാണ് വിന്റർ സോളിസ്റ്റൈസ് അല്ല. സോ ഈ സ്പ്രിംഗ് ഓക്യുനോക്സ് ഇത് രണ്ടും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. എന്തുകൊണ്ടാണ്? ബിക്കോസ് സൺ ഡയറക്ട്ലി എബോവ് ദ ഇക്വേറ്റർ ആണ്. എബോവ് ദ ഇക്വേറ്റർ ആണ്. നോർത്തിൽ എബോവ് ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, താഴെ എബോവ് ദ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഈക്വൽ സൺലൈറ്റ് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ വിന്റർ സോളിസ്റ്റൈസ്, സമ്മർ സോളിസ്റ്റൈസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. സോ ഇതിന്റെ മെയിൻ കാരണം 66.5 എന്നൊക്കെ നമ്മൾ പോയിന്റ് ഇട്ടില്ല, അത് ഓർത്ത് വിട്ടുപോയി. സോ എർത്ത് എന്ന് പറയുന്ന റൗണ്ട് ബോൾ ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ദ സൺ ഡസൻ സിറ്റ് സ്റ്റിൽ അബൌവ് ദ മിഡിൽ ഓഫ് ദി ഇക്വേറ്റർ. ഇറ്റ് ലൈക്സ് ടു വാണ്ടർ അപ്പ് ആൻഡ് ഡൗൺ ലൈക്ക് എ കിഡ് ബൗൺസിംഗ് ബിറ്റ്വീൻ ടു. സൺ ഇങ്ങനെ ചാടി കളിക്കുന്നത് പോലെ ലൈറ്റ്സ് റേസ് ഇങ്ങനെ മാറും. സൺ ക്ലൈംസ് ആസ് ഹൈ ഇറ്റ് ക്യാൻ ഗോ അപ്പ് ടു നോർത്ത്. ഇറ്റ് സ്റ്റോപ്സ് ഓവർ എ സ്പെഷ്യൽ ലൈൻ വി കോൾ ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഈ സമയം എന്തുകൊണ്ട് ജൂൺ എന്ന് പറഞ്ഞാൽ സണ്ണ് ക്ലൈംബ് ചെയ്ത് മാക്സിമം നോർത്ത് ടോപ്പിൽ എത്തുന്നത് ജൂണിലാണ്. അപ്പോൾ തിങ്ക് ഓഫ് ദിസ് ലൈൻ ആസ് ഫിനിഷിംഗ് ലൈൻ where the sun blasts straight down making everything super hot. ഭയങ്കര ചൂട് കൊണ്ടുവരുന്ന സമയമാണ്. അതുകൊണ്ട് 23.5 നോർത്ത്, ബിക്കോസ് സൺ അങ്ങനെയാണ് ലീൻ ചെയ്യുന്നതാണ് ഇതിൽ പറയുന്നത്. 2 ഡിസംബർ സൺ ഗെറ്റ്സ് ഓഫ് ടയർഡ് ഓഫ് നോർത്ത്, മടുത്തു നോർത്ത് ഇരുന്നിട്ട് താഴെ സൗത്തിലേക്ക് സ്ലൈഡ് ചെയ്യുന്നു വിചാരിക്കുക. ഇറ്റ് ലാൻഡ്സ് ഓൺ അനദർ ലൈൻ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ഹിറ്റിംഗ് പ്ലേസസ് ലൈക്ക് ഓസ്ട്രേലിയ ആൻഡ് സൗത്ത് ആഫ്രിക്ക. ഇറ്റ്സ് ദ സെയിം ഡീൽ, സ്ട്രേറ്റ് ഡൗൺ സൺഷൈൻ, ബട്ട് നൗ ഇറ്റ്സ് സമ്മർ ഫോർ ദ സൗത്തേൺ ക്രൂ. ഇവിടെ സമ്മറായി, അവിടെ സമ്മർ മാറി. മനസ്സിലായോ? മാറി മാറി വരുമല്ലോ, ബിക്കോസ് സൺ 23 ഡിഗ്രി. സോ ഇതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സണ്ണ് ബോറടിക്കും. കുറച്ച് നേരം നോർത്തിലിരുന്ന് അടിച്ച് ലൈറ്റ് അവിടെ കൊടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഡിസംബർ ആകുമ്പോൾ സണ്ണിന് ബോറടിച്ച് സണ്ണിൻ്റെ ലൈറ്റ് ഇങ്ങോട്ട് വരും. അപ്പോൾ അവിടെ ഇത് മാറി. അത്രയാണ് ഇതിൻ്റെ സണ്ണിൻ്റെ ഇതിലാണ് ഈ ഡേറ്റ്സും ഈ ടെമ്പറേച്ചറും ഇതും ഈ 23.4 ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദാറ്റ് നമ്പർ ആക്ച്വലി. സോ ഏറ്റവും മുകളിൽ അറ്റ് ദ ടോപ്പ് ദ ബോൾ ക്ലോസ് ടു ദ നോർത്ത് പോൾ ദർ ഇസ് എ ലൈൻ കോൾഡ് ആർട്ടിക് സർക്കിൾ. Sometimes winter the sunlight doesn't reach there at all. The sun's hiding, leaving the dark all day. In summer the light stays too long, leaving the light sky. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ നോർത്തിലും സൗത്തിലും, സൗത്ത് പോളും നോർത്ത് പോളും ഇതേപോലെ തന്നെയാണ്. ചില സമയം സൺ അവിടെ എത്തുകയില്ല. സൺസ് ഹൈഡിങ്, ഫുൾ ഡാർക്ക് ആയിരിക്കും. സമ്മർ സമയത്ത് ദ ലൈറ്റ് സ്റ്റേസ് ടു ലോങ്, ലീവിങ്. ചിലപ്പോൾ ഈ വിന്റർ സമയത്ത് സണ്ണ് ഇല്ല, ഒളിച്ചുപോയി എന്ന് പറയുന്നത്, അവിടെ റേസ് ഇല്ല, മുഴുവൻ ഡാർക്കാണ് വിന്ററിൽ. സമ്മറിൽ ഫുൾ ടൈം സണ്ണാവും, ചിലപ്പോൾ രാത്രി ആവില്ല, ഡാർക്ക് ഹൈഡിങ് ആണ്. അവിടെയും അങ്ങനെ തന്നെയാണ്. ഇത് സൺസ് പ്ലേസ് ട്രിക്ക് ബിക്കോസ് ദ ടിൽറ്റ് മേക്സ് ദ സൺ സ്കിപ്പ് ഓർ ലിംഗ. ഇത് എർത്തിന്റെ ടിൽറ്റ് കാരണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിങ്ങനെ സ്ട്രെയിറ്റ് ഇല്ല, ടിൽറ്റ് കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നതെന്നില്ലേ അവിടെ. അതുകൊണ്ട് അവിടെ താമസിക്കുന്നവർക്ക് ഭയങ്കര ഇതാണ്. ഇനി നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിനകത്ത് ഇതും പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ പഠിച്ചിട്ട് നമ്മൾ എന്താണ് ടെമ്പറേറ്റ് സോൺ, എന്താണ് ടോറിഡ് സോൺ, ആർട്ടിക് സർക്കിൾ, ഫ്രിജിഡ് സോൺ എന്ന് പറയുന്ന സംഭവം നമ്മൾ അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ അറിയണം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ 0 ഡിഗ്രി ഇക്വേറ്ററിൽ മാർക്ക് ചെയ്ത് 23 ഡിഗ്രി നമുക്കിതിനകത്ത് നിന്ന് കാൽക്കുലേഷൻ ഉണ്ട്. എങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം, എന്താണ് സംഭവം എന്നുള്ളതൊന്ന് ഓടിച്ച് നോക്കാം. ടോറിഡ് സോൺ, അതായത് ഇതാണ് ടോറിഡ് സോൺ എന്ന് പറയുന്നത്. ഈ 2 ഇക്വേറ്ററിന് അടുത്തുള്ള 2 പ്രധാനപ്പെട്ട 2 ഭാഗം ടോറിഡ് സോൺ. അവിടെ ഭയങ്കര ചൂടാണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ടോറിഡ് സോൺ ലൈസ് ബിറ്റ്വീൻ ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. കറക്റ്റ് അല്ലേ? പടത്തിൽ കാണുന്നുണ്ടല്ലോ ട്രോപ്പിക് ഓഫ് ഇതിപ്പോൾ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് നമുക്കറിയാം. ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ ഇടയിൽ കിടക്കുന്ന സ്ഥലം, ഈ സ്ഥലമാണ് ടോറിഡ് സോൺ എന്ന് വിളിക്കുന്നത്. അത് അങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. ഇറ്റ്സ് കോൾഡ് ടോറിഡ് സോൺ ബിക്കോസ് sun shines directly overhead at least once a year in the zone. This area receives maximum heat and sunlight throughout the year. Hot and humid climate
ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആൻഡ് ഡെസേർട്സ് ആണുള്ളത്. നമുക്ക് വേണമെങ്കിൽ ബ്രസീൽ, ഇന്ത്യ, ഇന്തോനേഷ്യ, കെനിയ, തായ്ലൻഡ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റും. ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണ്. ഡെസേർട്സ് ഉണ്ട്, റെയിൻ ഫോറസ്റ്റ് ഉണ്ട്. സോ ഇന്ത്യ, ബ്രസീൽ, കെനിയ, തായ്ലൻഡ്, ഇന്തോനേഷ്യ ഒക്കെ നമുക്ക് ഈ ഒരു റീജിയനിൽ കാണാൻ പറ്റും. ടോറിഡ് സോൺ ആണ്. ഹോട്ട്, അവിടെ എപ്പോഴും ചൂടാണ്. ഇന്ത്യയിൽ എപ്പോഴും ചൂടുണ്ട് അവിടെ. ബ്രസീലിൽ ചൂടുണ്ട്, ഇന്തോനേഷ്യയിലുണ്ട്, കെനിയയിലുണ്ട്, തായ്ലൻഡിലുണ്ട്. ഒരു ഹീറ്റ് എപ്പോഴും അവിടെ ഉണ്ട്. കാരണം സൺ എപ്പോഴും ഏതെങ്കിലും ഒരു പ്രാവശ്യം ഡയറക്റ്റ്ലി ഓവർ ഹെഡ് അടിക്കും. അതുകൊണ്ട് തന്നെ നല്ല ചൂടായിരിക്കും എന്നാണ് പറയുന്നത്. നോർത്ത് ആൻഡ് സൗത്ത് ടോറിഡ് സോൺ. ഡിറക്ഷൻ മാത്രം ടോറിഡ് സോൺ എന്ന് വാക്കൊന്നേ ഉള്ളൂ, ടെമ്പറേച്ചർ ഒന്നേ ഉള്ളൂ. ആർട്ടിക്കും അന്റാർട്ടിക്കും രണ്ടാണെന്ന് അറിയാം. ഈ ടെമ്പറേച്ചർ സോണും ടോറിഡ് സോണും അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്യുന്നത് നോർത്ത് ആണെങ്കിൽ നോർത്ത് ടോറിഡ് സോൺ, സൗത്തിലേക്കുള്ളതാണെങ്കിൽ സൗത്ത് ടോറിഡ് സോൺ. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി കേട്ടോ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം ടെമ്പറേറ്റ് സോൺ ആണ്. ടെമ്പറേറ്റ് സോൺ എന്ന് പറയുമ്പോൾ ഈ അറ്റത്ത് കിടക്കുന്നതാണ്, ഈ താഴെ അറ്റത്ത്. അപ്പോൾ ടോറിഡ് സോൺ കഴിഞ്ഞിട്ടാണ് രണ്ടെണ്ണം. ഈ പടം വരയ്ക്കുമ്പോൾ നമുക്ക് ക്ലാരിറ്റി വേണം. ഇക്വേറ്ററിന് താഴെ മുകളിലും ടോറിഡ് സോൺ, മുകളിൽ ടെമ്പറേറ്റ്. ഇത് രണ്ടിൻ്റെ ഈ റീജിയൻ, ഇങ്ങനെ എടുത്ത റീജിയൻ ഉണ്ട്. ഈ റീജിയൻ തൊട്ട് താഴെ സൗത്ത് ടെമ്പറേറ്റ് സോൺ. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ സോൺ നോക്കുമ്പോൾ നോട്ട് ടെമ്പറേച്ചർ സോൺ ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ആർട്ടിക് സർക്കിൾ. ശരിയല്ലേ? ട്രോപ്പിക് ഓഫ് ക്യാൻസറും ആർട്ടിക് സർക്കിളിൻ്റെ ഇടയിലാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസറും ആർട്ടിക് സർക്കിളിൻ്റെ ഇടയിലാണ് ഇത്. മറ്റേത് എവിടെയായിരിക്കും? ട്രോപ്പിക് ഓഫ് എന്തായിരിക്കും? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും അന്റാർട്ടിക് സർക്കിളിൻ്റെ ഇടയിലായിരിക്കും ഈ സൗത്ത് ടെമ്പറേറ്റ് സോൺ വരുന്നത്. ടെമ്പറേറ്റ് സോൺ എന്ന് പറയുമ്പോൾ സൺ ഇസ് നെവർ ഡയറക്ട്ലി ഓവർഹെഡ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡയറക്ട്ലി മുകളിലേക്ക് വരുന്നതേ ഇല്ല. സോ ദീസ് സോൺസ് റിസീവ് മോഡറേറ്റ് ഹീറ്റ്. അതുകൊണ്ട് തന്നെ സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിന്റർ എന്ന എല്ലാ സീസൺസും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മുകളിലേക്ക് വരുന്നതേ ഇല്ല, ഡയറക്ട്ലി ഓവർഹെഡ് ഇല്ല. ഒന്നില്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇത് അതിൻ്റെ മുകളിൽ ആർട്ടിക് സർക്കിളിൻ്റെ ഇടയിൽ, താഴെ അന്റാർട്ടിക് സർക്കിളിൻ്റെ ഇടയിലായതുകൊണ്ട് ഡയറക്ട്ലി ഓവർഹെഡ് അല്ല. വളരെ പ്ലസന്റ് ആൻഡ് കംഫർട്ടബിൾ ക്ലൈമറ്റ്, neither too hot or not too cold. Large human population, agriculture activities like USA, most of Europe, China, Japan, South Africa and Southern Australia. ഈ രാജ്യങ്ങളെല്ലാം ടെമ്പറേച്ചേഴ്സ് നല്ലല്ലേ? യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ വളരെ അടിപൊളി ക്ലൈമറ്റ് അല്ലേ? ചൈനയിലും ഒരു പരിധി വരെ. ജപ്പാൻ ഈസ് ഓൾസോ ഹാവിങ് എ വണ്ടർഫുൾ ക്ലൈമറ്റ്. അപ്പോൾ അവിടെ ഒരു നല്ല സംഭവം ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ആർട്ടിക് സർക്കിൾ, അന്റാർട്ടിക് സർക്കിൾ അറിയാം. ഫ്രിജിഡ് സോൺ. ഫ്രിജിഡ് എന്ന് പറയുമ്പോൾ ഫ്രിഡ്ജ് ഓർത്താൽ മതി, നല്ല തണുപ്പുണ്ടെന്നുള്ള രീതിയിൽ. നോർത്ത് പോളും സൗത്ത് പോളിലും അന്റാർട്ടിക് സർക്കിളിൻ്റെ ഫ്രിജിഡ് സോൺ ഉണ്ട്. ദേ ആർ ദ മോസ്റ്റ് കോൾഡസ്റ്റ് സോൺ. പടത്തിൽ തന്നെ കാണുമ്പോൾ അറിയാം. ആ ഫ്രിഡ്ജ് എന്നുള്ള രീതിയിൽ, ഫ്രിജിഡ് സോൺ എന്നുള്ള രീതിയിൽ നോക്കിയാൽ മതി. ദ മോസ്റ്റ് ഇതാണ് അവിടെ കാണുന്നത്. അപ്പോൾ അതിൽ ആർട്ടിക് സർക്കിൾ എന്ന് പറയുമ്പോൾ നോർത്ത് പോൾ, അന്റാർട്ടിക് സർക്കിൾ, വാട്ട് ഹാപ്പൻസ് എന്ന് പറയുമ്പോൾ സൺ റിമെയിൻസ് വെരി ലോ ഇൻ ദ സ്കൈ ആൻഡ് ഡസൻറ്റ് റൈസ് ഫോർ ലോങ് പീരിയഡ്സ് ഡ്യൂറിങ് വിന്റർ. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. വിന്റർ സമയത്ത് ചിലപ്പോൾ സണ്ണ് വരികയില്ല. സമ്മറിൽ വന്നു കഴിഞ്ഞാൽ സണ്ണ് പോവുകയില്ല. ചിലപ്പോൾ അവിടെ കിടക്കുന്ന അത് നമ്മൾ നേരത്തെ നോക്കിയ ഓർമ്മയുണ്ടോ? എക്സ്ട്രീമാണ്. വെരി ലിറ്റിൽ ഹീറ്റ് ആൻഡ് ലൈറ്റ് ആണ്. വെരി ലിറ്റിൽ ഹീറ്റ്. അവിടെ സണ്ണ് വെരി ലോ ആണ്. അവിടെ ചിലപ്പോൾ സണ്ണ് വരാറില്ല എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എക്സ്ട്രീംലി കോൾഡ്, സണ്ണില്ല എന്ന് തന്നെ കാണാം. കവേർഡ് വിത്ത് ഐസ് ആൻഡ് സ്നോ, വെരി ഫ്യൂ പീപ്പിൾ ലിവ് ഹിയർ. ഗ്രീൻലാൻഡ്, റഷ്യ, കാനഡ, അന്റാർട്ടിക്കയൊക്കെയാണ് മുകളിലും താഴെയായിട്ട്. അവിടെ ആൾക്കാർ വളരെ കുറവാണെന്നുള്ള ഒരു സാധനമാണ് നമുക്കിവിടെ കിട്ടുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഓൾറെഡി ഇതിപ്പോൾ പെയ്ഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ക്ലാരിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി ബാക്കിയുള്ള അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.